അപ്പോൾ നിതിൻ രാജിൻ്റെ മരണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു നിതിൻ രാജിൻ്റെ നീതി എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട്, അതുപോലെ ദലിത് കുട്ടികളുടെ നീതി, കുട്ടികളുടെ വിദ്യാഭ്യാസം, അതിന് നീതി എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് കഴിഞ്ഞൊരു കേരള ഹർത്താൽ നടക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഹർത്താൽ സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നടക്കുന്നത് എങ്കിലും കേരളത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ ഉണർവിനുള്ള ഒരു അവസരമായിട്ട് അത് മാറി. എങ്ങനെയാണ് സാർ അതിനെ കാണുന്നത്? ഫസ്റ്റ് അപ്പോൾ ഈ പറയുന്ന ഒരു ഹർത്താലിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയെന്നാണ് വിശദീകരിക്കേണ്ടത്. അതായത് 10-ാം തീയതിയാണ് നിതിൻ മരിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചയോളം അതിനെക്കുറിച്ചുള്ള വാർത്തകളുണ്ടാകുന്നു, വ്യാഖ്യാനങ്ങളുണ്ടാകുന്നു. പക്ഷേ കേരളത്തിലെ പ്രബല രാഷ്ട്രീയ കക്ഷികൾ ആരും തന്നെ ഈ കോസിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സമീപനം എടുത്തില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൂടി ചെയ്തത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കുകയായിരുന്നു. കണ്ണൂർ SP യതീഷ് ചന്ദ്രയാണ് അവിടെ DYSPയുടെ നേതൃത്വത്തിലാണ് ടീം വർക്ക് ചെയ്യുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഇതാണ് നേതൃത്വം. അപ്പോൾ ആ അന്വേഷണ സംഘം തുടക്കം മുതൽ തന്നെ ഈ കേസിനോട് നീതി പുലർത്താത്തൊരു സാഹചര്യം ഒരാഴ്ച കൊണ്ട് തന്നെ വെളിപ്പെടുകയാണ്. ഒന്ന്, അവർ തന്നെ പ്രതി ചേർക്കപ്പെട്ട 2 പേരാണ്. ഡോക്ടർ റാമും ഡോക്ടർ സംഗീത. അവരെ പോലും അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയാത്ത വിധം ഉള്ള ഒരു സാഹചര്യം കണ്ണൂരുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു കുട്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മരിക്കുകയാണ്. അത് ചാടി മരിച്ചതാവട്ടെ, കൊന്നതാവട്ടെ, എന്തുമാവട്ടെ, കുട്ടി മരിക്കുന്നു. അതിൽ 2 പേരെ പ്രതി ചേർക്കുന്നു. പോലീസ് ഏകപക്ഷീയമായിട്ട് 2 പേരെ പ്രതി ചേർക്കുക. അതിൽ ഡോക്ടർ റാം എല്ലാ കുട്ടികളോടും ഇതുപോലെയൊക്കെ പെരുമാറുന്ന ഒരാളാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനം പെട്ടെന്ന് പുറത്തു വരുന്നു. ഡോക്ടർ സംഗീതയെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം തന്നെ ഇല്ല എന്നൊരു വ്യാഖ്യാനവും പുറത്തു വന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ആസൂത്രിതമായിട്ടാണ് ഈ പ്രതിപ്പട്ടികയിൽ ആൾക്കാരെ ചേർക്കുന്നതാണ്. കുട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരാളെ പ്രതിപ്പട്ടികയിൽ ചേർത്താൽ അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവർ ഈ അക്രമത്തിനൊന്നും കൂടെ നിന്നിട്ടുള്ളവരല്ല എന്ന് തുടക്കം മുതലേ ചില കുട്ടികളെങ്കിലും പറയുന്നുണ്ട്. അവർ നിന്നോ ഇല്ല എന്നുള്ളത് ഇവർ അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഡോക്ടർ രാമിനെ സംബന്ധിച്ച് ഇത് വലിയൊരു പരാതിയായിട്ട് തന്നെയുണ്ട്. ഒരു പരാതിയാണത്. അപ്പോൾ അതിനകത്ത് ഇവർ എല്ലാ കുട്ടികളോടും ഇങ്ങനെയാണ് പെരുമാറിയത്. അതുകൊണ്ട് നിതിൻ രാജിനോട് പെരുമാറിയതിൽ ജാതി എന്നതൊരു ഘടകമായി പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ജാതീയ വിവേചനം കൊണ്ടല്ല നിതിൻ രാജ് മരിച്ചത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി റാമിൻ്റെ സ്വഭാവത്തെ ജനറലൈസ് ചെയ്തെടുക്കുകയും. അപ്പം അത് ഈ 2 വ്യാഖ്യാനങ്ങൾ വരുന്നതോടെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും രൂപം കിട്ടുക. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് റാം എല്ലാവരോടും അങ്ങനെ പെരുമാറിയില്ല എന്നുള്ളതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ. റാം മരിച്ച നിതിൻ രാജിനോട് എങ്ങനെ പെരുമാറി, അതാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന് അതാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. അതല്ലാതെ റാം എല്ലാവരോടും ഇങ്ങനെ ആയിരുന്നു അല്ലേ, ഇതൊന്നും ഇവിടുത്തെ തർക്കവിഷയമല്ല. തർക്കവിഷയം ഒന്നേ ഉള്ളൂ, നിതിൻ രാജിനോട് ഇയാൾ എങ്ങനെയാ പെരുമാറിയത്. അപ്പോൾ നിതിൻ രാജിനെ പുഴുത്ത പട്ടി എന്ന് വിളിക്കുന്നത് കേട്ട ക്ലാസ്മേറ്റ്സ് ഉണ്ട്. ഒത്തിരി പട്ടികളിലൂടെ പഠിക്കുന്നുണ്ട്. നമുക്കത് പുറത്ത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന വാക്കുകളാണ്. ഒത്തിരി പട്ടികളിലൂടെ പഠിക്കുന്നുണ്ട്. അതിൽ നീ ഒരു പുഴുത്ത പട്ടിയാണ് അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഈ കുട്ടിയെ പാർപ്പിച്ചിരിക്കുന്നത്
ഹോസ്റ്റലിലെ സിക്ക് റൂമിലാണ് ഉം. ഇയാൾക്ക് ഇദ്ദേഹത്തിന് ഇട കൊടുക്കുന്നത്. ഉം. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് പോലീസ് അന്വേഷിച്ചിട്ടില്ല. ഉം. എന്തുകൊണ്ടാണ് ഒരു കുട്ടിയെ സിക്ക് റൂമിൽ പാർപ്പിച്ചത്? ഉം. ഉം. അയാൾ അസുഖബാധിതനല്ലാതായിരിക്കെ ഉം. എന്തുകൊണ്ട് സിക്ക് റൂമിൽ താമസിക്കുന്നു? അപ്പൊ ഹോസ്റ്റലിൽ സീറ്റ് ഇല്ലേ, ഉം. ബെഡ് ഇല്ലേ, ഉം. റൂമില്ലേ? ഇല്ലെങ്കിൽ അവരെ തെളിയിക്കണം. ഉം. ഉം. സ്റ്റാറ്റസ് എടുക്കാൻ എളുപ്പമാണ്. ഇവനോട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റലിന്റെ സ്റ്റാറ്റസ് എടുക്കാൻ എളുപ്പമാണ്, അതെ. എത്ര കുട്ടികളുണ്ടെന്നൊക്കെ അറിയാൻ. ഉം. അപ്പോൾ അത് പോലീസിന്റെ കൺസേൺ അല്ല. ഉം. ഉം. യഥാർത്ഥത്തിൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ, ഈ ഹോസ്റ്റലിലെ സിക്ക് റൂമിൽ പാർപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു സെഗ്രിഗേഷനായി, ഉം. ഒരു മാറ്റി നിർത്തലായി ഉം. മനസ്സിലാക്കപ്പെടണം. ഉം. അതങ്ങനെ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ ഉം. ഹോസ്റ്റൽ വാർഡൻ, ഹോസ്റ്റലിലെ ചാർജുള്ള അധ്യാപകൻ, പ്രിൻസിപ്പൽ, ഇവർ 3 പേരാണ് പ്രതികൾ. അപ്പോൾ പ്രതി ലിസ്റ്റ് പൂർണ്ണമല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഉം. ഉം. പെട്ടെന്ന് തന്നെ പോലീസ് ഇത് ഏറ്റെടുത്ത് 2-ാം ദിവസം തന്നെ ഇയാൾ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തതാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം എന്നുള്ളൊരു പുതിയ സ്റ്റോറി അവർ നിർമ്മിക്കുന്നത്. ഉം. ഉം. 14,000 രൂപയെ മറ്റാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സംശയാസ്പദമാണ്. ആ കാര്യം ഉം. ഉം. ഇതുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്ന സംശയം, ലോൺ എടുത്തതല്ല, ഉം. സംശയാസ്പദമാണ്. 14,000 രൂപയ്ക്കൊന്നും ഒരാൾ ആത്മഹത്യ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പിൽ ഈ കുട്ടി പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിയെ സഹായിക്കേണ്ട അധ്യാപകർ ഉം. നിനക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഉം. അതൊക്കെ വീഡിയോ സഹിതം. അതെ അതെ അതെ. ലോൺ ആപ്പിന്റെ കക്ഷികളെ വിതിൻ 3 days ഉം. നോയിഡയിൽ പോയി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഉം. ഉം. അത്രയും കഴിവുള്ളൊരു പോലീസാണ് ഈ സംഗീത നമ്പ്യാരെയും ഉം. ഡോക്ടർ രാമനെയും കാണാനില്ലെന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഈ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ഉം. അതിനകത്ത് പറയുന്ന കാര്യം ഇന്റേണൽ ഇഞ്ചുറീസ് ആണ് ഉം. മരണകാരണമാണ്. ഈ 4 നില കെട്ടിടത്തിൽ ചാടി വീണ കുട്ടിക്ക് ഇന്റേണൽ ഇഞ്ചുറീസേ ഉള്ളൂ, ഉം. പുറത്ത് പാടുകളൊന്നുമില്ല. മുഖമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാമായിരുന്നു ബോഡിയിൽ. ഉം. ഉം. ചെവിയിൽ നിന്ന് ചെറിയ തരത്തിൽ ചോര വന്നു എന്നുള്ളതല്ലാതെ മുഖം വികൃതമാവുകയോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഉം. അതൊക്കെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് പറയേണ്ട കാര്യമാണ്. അതിൻ്റെ എക്സ്പെർട്ടുകളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, അത് വേറൊരു കാര്യമാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ പറയുന്ന കാര്യം തന്നെ ഒരു ദുരൂഹത ഉണ്ടാക്കുന്നു. രണ്ടാമതൊരു കാര്യം, ഒരാൾ മരിച്ചാൽ അയാൾ ഏറ്റവും അവസാനം കണ്ടവരെയോ ഏറ്റവും അവസാനം ഫോൺ ചെയ്തവരെയോ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് അന്വേഷണത്തിന്റെ അനിവാര്യമായ ഭാഗമാണ്. യൂഷ്വലി ചെയ്യുന്നതാണ് ഇത്. ഇവൻ പ്രിൻസിപ്പളിന് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് സാക്ഷിമൊഴിയുന്നു, കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ വന്നിട്ടുള്ളത് അതൊക്കെ, വാർത്തയിൽ വന്നിട്ടുള്ളത് അതൊക്കെ. പക്ഷെ പ്രിൻസിപ്പളിനെയോ അന്നേരം അവിടെ കൂടിയിരുന്ന അധ്യാപകരെയോ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയോ ക്വസ്റ്റ്യൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഈ അന്വേഷണം വഴിപിഴച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ്. അത്രയും വിസിബിളായ തെളിവുകൾ ഉണ്ടായിട്ടും കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ആരും ഈ വിഷയം ഏറ്റെടുക്കാതെ വരുന്നു. അത് നമ്മൾ പൊളിറ്റിക്കലായിട്ടാണ് മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്കലായിട്ടെന്ന് പറഞ്ഞാൽ മരിച്ചത് ഒരു ദളിതനായതുകൊണ്ടാണ് ഈ അവഗണന ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ല, ഏതെങ്കിലും സവർണ വിഭാഗത്തിൽ നിന്നുള്ളൊരു കുട്ടിയാണ്, പണമുള്ള സവർണ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടിയാണ് മരിക്കുന്നതെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണം ഇതായിരിക്കില്ല. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണത്. അപ്പൊ ഈ പാർട്ടികളൊന്നും ഏറ്റെടുക്കാതാവുമ്പോൾ ഈ നിതിൻ രാജിന്റെ ജീവിതം തന്നെ പുറത്താക്കപ്പെട്ടതായിരുന്നു, അനാഥമായിരുന്നു.
അനാഥം എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനൊരു സാധാരണ കൂലിപ്പണിക്കാരനും അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ഒരാളാണ്. അവൻ ഡോക്ടർ എന്ന ഒരു മോഹം പോലും കൊണ്ടു നടക്കാൻ അവൻ്റെ വസ്തുനിഷ്ഠ പരിതസ്ഥിതികൾ സമ്മതിക്കുന്നില്ല. എന്നിട്ടും ആ പയ്യന്റെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് അവനോട് എൻട്രി കിട്ടുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അത് ഈ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയായിട്ടും അദ്ദേഹം വളരെ പരിശ്രമശാലിയായി പഠിച്ച് മെറിറ്റിൽ തന്നെ സീറ്റ് വാങ്ങി ചെന്നൊരാളാണ്. അപ്പം അയാളുടെ മരണം സംഭവിച്ചു കഴിയുമ്പോൾ പോലീസ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിനോട് സജീവമായ ഒരു പ്രതികരണമോ പ്രക്ഷോഭമോ മുഖ്യധാര രാഷ്ട്രീയ കക്ഷിയൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അനാഥമായിരുന്നു. അയാളുടെ മരണവും അനാഥാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരിക. ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ ദളിത് സംഘടനകൾ ഒരുമിച്ച് കൂടാൻ തീരുമാനിക്കുകയും ഒരുമിച്ച് കൂടുകയും വിശാലമായ അർത്ഥത്തിൽ നിതിൻ രാജിന് നീതി എന്നൊരു സങ്കല്പത്തിൽ, ആ നീതി എങ്ങനെ വേണമെന്ന് അക്കമിട്ട് പറയുന്നുണ്ട്. 4 ഡിമാൻഡുകളാണ്. ഇത് അന്വേഷിക്കണം, നീതിപൂർവകമായൊരു അന്വേഷണമാണ്. അതിന് ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കണമെന്നുള്ള പ്രാഥമിക ഡിമാൻഡാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ആ ഡിമാൻഡാണ് ഉള്ളത് നമ്മുടെ മുന്നിൽ. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് രോഹിത് വിമുല ആക്ട് നടപ്പിലാക്കണം എന്നാണ്. രോഹിത് വിമുല ആക്ട് കർണാടക നടപ്പിലാക്കിയിട്ടുണ്ട്. ആ ആക്ടിന്റെ പരിമിതികളാണോ അതോ സാധ്യതയാണോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷെ അവരൊരു ആക്ട് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. സമാനമായി കേരളത്തിൽ ഒരു ആക്ട്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പരിസ്ഥിതിക്ക് യോജിച്ച ഒരു ആക്ട് നടപ്പിലാക്കണം. അവിടെ ആ ആക്ടിനകത്ത് പ്രൊഫഷണൽ മേഖലയിൽ പഠിക്കുന്ന, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാൽ അവൻ്റെ അക്കാഡമിക് സേഫ്റ്റി നിലനിർത്തിക്കൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം അതിനകത്തുണ്ടാവും. ഇപ്പം അതില്ല. അപ്പൊ ഈ റാമാണ് ആ കോളേജിലെ റാഗിംഗ് വിത്ത സ്ക്വാഡിന്റെ തലവനോട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് അതിന്റെ അവസ്ഥ. അപ്പോ കംപ്ലൈന്റ് ചെയ്യേണ്ടത് റാമിന്റെ അടുത്താ. മനസ്സിലായോ? അപ്പോ അങ്ങനെ ഈ അവന്റെ അക്കാദമിക് സേഫ്റ്റി മുൻനിർത്തി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കംപ്ലൈന്റ് കിട്ടിയാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പ്രോസസ്സ് ചെയ്യാനൊരു സംവിധാനം ഉണ്ടാവുകയും ആ കംപ്ലൈൻറ്റിന് തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന വിധമുള്ളൊരു സംവിധാനം കേരളത്തിൽ ആവശ്യമുണ്ട്. ഈ രോഹിത് വിമുല ആക്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ളൊരു സങ്കല്പം. അപ്പോൾ ഇത് കേവലം SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ല രോഹിത് ആക്ട് നടപ്പിലാക്കണം എന്ന് പറയുന്നത്. അവിടെ പെൺകുട്ടികളുണ്ടാവാം, അവർക്ക് ദുരനുഭവം ഉണ്ടായാലും ഈ ആക്ടിൻ്റെ പ്രൊട്ടക്ഷനിലാണ് അവർക്ക് നിൽക്കാൻ പറ്റുക. സവർണ കുട്ടികളുണ്ടാവാം, അവർക്ക് വിവേചനങ്ങളുണ്ടാവാം, മോശമായ പെരുമാറ്റം ഉണ്ടാവും അവരോട്. അതവർക്ക് എവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യും? ഇങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളോട് അധ്യാപകർ പ്രത്യേക പ്രിവിലേജ് വെച്ച് നടത്തുന്ന വിവേചനങ്ങൾ കേരളത്തിൽ ഒട്ടനവധി കഥകളുണ്ടല്ലോ. അതിന് PhD-ക്കൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ എത്രയോ കഥകളാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഒരു അധ്യാപകനെ തന്നെ നടപടിയെടുക്കുന്ന വക്കുവരെ എത്തിയായിരുന്നു ഈ യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ പലതരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായി വിദ്യാഭ്യാസ മേഖല. നമുക്കൊരു സങ്കല്പമുണ്ട്, വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിവേക ബുദ്ധിയൊക്കെയാണ്, അതൊക്കെ വെറുതെ പറയുന്ന. അപ്പോൾ നമ്മൾ ഈ ഡിമാൻഡ് റേസ് ചെയ്യുമ്പോൾ കേരളത്തിലെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് SC/ST കുട്ടികളുടെ. അതുകൊണ്ടാണ് നമ്മളത് റേസ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥം നമ്മൾ ഈ ഹർത്താലിലേക്ക് എത്തുന്നത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഇത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ഘട്ടത്തിലാണ്. ഫലത്തിൽ നമ്മൾ ലിറ്ററലി പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ചത് കൊണ്ട് ഞങ്ങളത് ഏറ്റെടുക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് ഹർത്താൽ പോലൊരു സമരത്തിലേക്ക് പോകേണ്ടി വന്നു.
അപ്പോൾ ഹർത്താൽ പോലുള്ളൊരു സമരം എന്തുകൊണ്ടാണ് ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. ഹർത്താൽ ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ച ഇപ്പോൾ കേരളത്തിൽ സജീവമായി നടക്കുന്നു. എനിക്ക് ആ ചർച്ചയിലൊരു താല്പര്യമില്ല. അതിനകത്ത് ഒരു പ്രിവിലേജ് ഘടകമാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. കാസ്റ്റ് പ്രിവിലേജ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് ആ ചർച്ചയ്ക്കകത്ത്. അപ്പം ഹർത്താൽ ശരിയാണോ തെറ്റാണോ എന്നതിനപ്പുറം ഈ ഹർത്താൽ പോലൊരു സമരരൂപം ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഗവൺമെൻറ്റാണ് ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാഴ്ത്താൻ വേണ്ടി കേരളമെമ്പാടും പടർന്നു പിടിക്കുന്ന ഒരു സമരം നമ്മൾ കോൾ ഫോർ ചെയ്യണം. ഇതായിരുന്നു ആ സമരം പ്രഖ്യാപിക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്ന കാര്യം. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും വിജയം. അതെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സമരം പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ കേരളത്തിൽ ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇതിന് നേതാക്കളുണ്ടോ? ഇതാണ് ഒരു ചോദ്യം. ആരാണ് ഈ ഹർത്താൽ നടത്തുന്നത്? നേതാക്കളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നേതാക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ നേതാക്കളുണ്ട്. നേതാക്കളുള്ളത് കൊണ്ട് തന്നെയാണ് ഹർത്താൽ നടന്നത്. അപ്പോൾ ഞാനതിൻ്റെ ജനറൽ കൺവീനറാണ്. കേരളത്തിലെ മീഡിയയ്ക്ക് അപരിചിതനായ ആളൊന്നുമല്ല. എന്നെയും കവിക്കാടെന്ന് പറഞ്ഞാൽ അറിയാത്ത ആളൊന്നുമല്ല. കെ സുരേഷ് ഇതിൻ്റെ ചെയർമാനാണ്. CSDS എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ ആൾക്കൂട്ടത്തെയും കാണാത്ത ഒരു മലയാളിയും കേരളത്തിലില്ല. വടക്കേ മലബാറിൽ കിടക്കുന്ന സാധാരണക്കാരും കണ്ടില്ലെന്ന് പറയാം. പക്ഷെ കേരളത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് CSDSനെ അറിയാം, കെ സുരേഷിനെ അറിയാം. അപ്പം മീഡിയ ഞങ്ങളുടെ പേര് പറഞ്ഞില്ല. അവിടെയാണ് നേതാവ് ഉണ്ടോന്നുള്ള ചോദ്യം ഉണ്ടാകുന്നത്. ഇവിടെ സമരം ചെയ്യുന്ന എല്ലാ സമരസമിതിയിലും നേതാക്കളുടെ പേര് തലങ്ങും വിലങ്ങും എടുത്ത് ഉപയോഗിക്കുന്ന ഇവരെന്തുകൊണ്ടാണ് ഈ ഹർത്താൽ വാർത്തയിൽ ഒരിക്കൽ പോലും ഇന്നവരാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് എന്ന് പറയാതിരുന്നത്? ആ കുറ്റവും ഇപ്പം നമ്മുടെ തല വരിക. ഇതിനാരാ നേതാവ് എന്ന് ചോദിച്ചു ആൾക്കാർ. അപ്പോൾ ഈ ദളിതരുടെ കർത്തൃത്വം അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. ആരോ പറഞ്ഞു, ആരോ ഹർത്താൽ നടത്തി എന്നുള്ള ഒരു ദുരൂഹതയാണ് ഹർത്താലിനെ ചുറ്റിപ്പറ്റി ഇവരുണ്ടാക്കുന്നത്. ആരോ പറഞ്ഞാലൊന്നും കേരളത്തിൽ ഒരു ഹർത്താൽ നടക്കില്ല. ഇത് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ജനം ഏറ്റെടുത്തു, സംഘടനകൾ ഏറ്റെടുത്തു, ഹർത്താൽ വിജയിച്ചു. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പം അതിന് നേതൃത്വം ഇല്ലായൊന്നുമല്ല. ഓരോ സ്ഥലത്തും നടന്ന ഹർത്താൽ പ്രക്ഷോഭത്തിന് പോലും പ്രാദേശികമായ നേതൃത്വമുണ്ട്. അപ്പം അതാണ് ആദ്യം വന്നൊരു ആക്ഷേപം. ഇത് ആരാ നടത്തുന്നത് ഞങ്ങൾക്കറിയത്തില്ല എന്ന നിലക്കൊരു സംഭവം. രണ്ടാമതൊരു കാര്യം വന്നത് ഈ ഹർത്താലിന് മുമ്പ് കേരളത്തില് ഞാനൊക്കെ മിക്കവാറും എല്ലാ നേതൃത്വവുമായി സംസാരിക്കുന്ന ഒരാളാണ്. എല്ലാ തരത്തിലുമുള്ള സംഘപരിവാർ ശക്തികളുമായിട്ട് മാത്രമേ എനിക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവരെ തിരുത്താൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അവരുമായിട്ട് ചങ്ങാത്തം കൂടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള പ്രസ്ഥാനമൊക്കെ പ്രവർത്തിക്കുന്ന എക്സൈറ്റ് മൂവ്മെൻറ്റ് അതിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് സൗഹൃദമുള്ള ഒരാളാണ്. അവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവരെപ്പോഴും നമ്മളോട് പറയുന്ന, അപ്പോൾ പരോക്ഷമായോ പ്രത്യക്ഷമായോ പറയുന്നൊരു കാര്യം ദളിതർക്കിടയിലെ ഐക്യമില്ലായ്മയാണ്. നൂറുകണക്കിന് സംഘടനയുണ്ട്, അത് ഐക്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നില്ല എന്നാണ് ഒരു പരാതി. ആ പരാതി ദളിതർക്കിടയിലുമുണ്ട്, പല സംഘടനകളായി നിൽക്കുന്നത്. ഇപ്പം ഈ ഹർത്താൽ നടത്തിയപ്പോൾ ഈ വിവിധ സംഘടനകളിൽ നിൽക്കുന്ന വിവിധ ജാതികളായിട്ടുള്ളവർ, വിവിധ ഗോത്രങ്ങളിൽ നിൽക്കുന്നവരൊക്കെ ഒരൊറ്റ കമ്മ്യൂണിറ്റി എന്ന ഒരു ബോധ്യത്തിൽ തെരുവിലിറങ്ങിയപ്പോൾ കേരളം പറയുന്നത് നിങ്ങൾ ആക്രമണകാരികളാണെന്നാണ്. ഐക്യപ്പെടാതിരുന്നപ്പം ഐക്യപ്പെടുക എന്നുള്ളതാണ് ആവശ്യം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഐക്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ആക്രമണകാരികളാണെന്ന് സ്ഥാപിക്കാൻ നുണക്കഥകൾ പ്രചരിപ്പിച്ചൊരു സ്ഥലമാണ് കേരളം. നുണക്കഥകൾ. ആ നുണക്കഥ ഇവിടെ ആഘോഷമായിട്ട് എടുത്തിരിക്കുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോള് വഹിച്ചത് തിരുവല്ലയിലെ മനോരമയുടെ ക്യാമറമാനാണ്. ക്യാൻസർ രോഗിയെ തടഞ്ഞു വെച്ചു. ഇതൊരു സ്റ്റോറിയാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ ക്യാൻസർ രോഗി ഡോക്ടറെ കാണാൻ വന്ന ആൾ തന്നെയാണ്. ഭാര്യയുണ്ടായിരുന്നു അയാളുടെ കൂടെ. അങ്കമാലിയിൽ നിന്ന് KSRTC ബസ്സിൽ വന്നിറങ്ങിയ ആളാണ് തിരുവല്ലയിൽ. ഏതായാലും 3.5 മണിക്കൂർ വേണം, 3.5-4 മണിക്കൂർ വേണം തിരുവല്ല വരെ വരാൻ.
ഈ മനുഷ്യൻ അത്യാഹിത അല്ലെന്ന് ഊഹിക്കാൻ പ്രത്യേകിച്ച് വേറെ സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, ഇദ്ദേഹം വന്ന് സമരക്കാരോട് പറയുന്നത്, നിങ്ങളിങ്ങനെ വഴി തടഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ കോഴഞ്ചേരിക്ക് പോകും, നിങ്ങൾ എന്തിനാ കോഴഞ്ചേരിക്ക് പോകണം, ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നു. അപ്പോൾ സമരക്കാരോടാണ് പറയുന്നത്. അതുകൊണ്ട് പത്തനംതിട്ടയ്ക്കുള്ള വണ്ടി വിടണം എന്നുള്ള പുള്ളിയുടെ ആവശ്യം. പുള്ളിക്ക് പോകണം അല്ല പുള്ളി പറയുന്നത്, പത്തനംതിട്ടയ്ക്കുള്ള വണ്ടി വിടണം, അതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ സമരക്കാർ പറഞ്ഞു, നീ 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. അന്നേരം ക്യാമറാമാൻ ചാടി വീഴുകയും, ഈ ക്യാമറയുടെ മുന്നിലാണ് പുള്ളി, ഈ സമരസമിതിയുടെ പ്രവർത്തകർ നിൽക്കെ ക്യാമറയുടെ മുന്നിലാണ് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണെന്ന് ഇയാൾ പറയുന്നത്. അതറിഞ്ഞ നിമിഷം, അപ്പോൾ ഈ തട്ടിക്കയറുവാണല്ലോ, അങ്ങോട്ട് ഇങ്ങനെ തട്ടിക്കയറി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ക്യാൻസർ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഹർത്താലാന്ന് നടത്തില്ല, നിങ്ങൾക്ക് ഇന്നലെ പോകാമായിരുന്നല്ലോ, അല്ലെ നാളെ പോകാമല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് വലിയ കുറ്റമായി. ക്യാൻസർ രോഗിയാണെന്നറിഞ്ഞിട്ടും തട്ടിക്കയറി, വലിയൊരു കുറ്റമായിട്ട് മനോരമ അത് പ്രചരിപ്പിക്കുക. അതിന് ഭയങ്കരമായ എല്ലാവരും ഏറ്റെടുത്തു. കാരണം അത് ഒരു കണികയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വേറെ ഒന്നും പറയാനില്ല. അതെ ഒന്നും എടുത്തു കാട്ടാനില്ല. അപ്പൊ ഇതൊരു വലിയ കഥയായിട്ടങ്ങ് പറയും. ഈ കഥ ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. ഇത് കാണുന്ന കോടതി അവധിക്കാല കോടതിയാണെന്ന് പറഞ്ഞു. അവധിക്കാല കോടതിയാ, അത്യാവശ്യ കേസുകൾ പരിഗണിച്ചിട്ട് പോകേണ്ട ഒരു കോടതിയാണ്. അവർ സുവമോട്ടോ സ്വമേധയാ ഹർത്താൽ ആഹ്വാനം ചെയ്തവർ, ഹർത്താൽ നിരോധിച്ചിട്ടുണ്ട്, ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്കെതിരെ നോട്ടീസ് അയക്കാൻ എന്നാൽ 3 മണിക്കകം സർക്കാരിനോട് പോലീസിനോട് റിപ്പോർട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഈ ധൃതി എന്തിനാണെന്നുള്ളത് സംശയാസ്പദമായൊരു കാര്യമാണ്. കാരണം കേരളത്തിൽ ആദ്യത്തെ ഹർത്താലല്ല ഈ നടന്നത്. ഇതിനു മുൻപ് ഹർത്താൽ നടന്നിട്ടുണ്ട്. വളരെ വലിയ തോതിൽ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചിട്ടുണ്ട്, ആളെ കൊന്നിട്ടുണ്ട്, പോലീസ് ഡ്രൈവറെ കൊന്നിട്ടുണ്ട്, പോലീസ് ജീപ്പുകൾ കത്തിച്ചിട്ടുണ്ട്, KSRTC ബസ്സുകൾ ഡസൻ കണക്കിന് എറിഞ്ഞുടച്ചിട്ടുണ്ട്, രോഗികൾ ആശുപത്രിയിൽ എത്താതെ മരിച്ചിട്ടുണ്ട്, സ്ത്രീകൾ വഴിയിൽ പ്രസവിച്ചിട്ടുണ്ട്. ഇത്രയും ഭീകരത നടന്നൊരു സ്ഥലത്താണ് ഈ ബസ്സിൽ കയറി വന്ന ക്യാൻസർ രോഗി വന്ന് തട്ടിക്കയറിയപ്പോൾ അയാളോട് മറുപടി പറഞ്ഞത് വലിയൊരു കുറ്റമായി ആരോപിക്കപ്പെടുന്നത്. ഇവിടെയാണ് ഈ മനു നിയമത്തിൻ്റെ ഒരു സ്വാധീനം നമ്മൾ കാണേണ്ടത്. ഇവിടെ കുറ്റത്തിനല്ല അവർ ശിക്ഷ വിധിക്കുന്നത്, കുറ്റം ചെയ്തവർക്കാണ്. മനു നിയമത്തിൻ്റെ ബേസിക്കായ ക്രൈം കിടക്കുന്നത് അവിടെയാണ്. ആരാണോ കുറ്റം ചെയ്യുന്നത് എന്ന് നോക്കിയാണ് ശിക്ഷ വിധിക്കുന്നത്, അല്ലാണ്ട് കുറ്റത്തെ നോക്കിയല്ല. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് തട്ടിക്കേറി എന്ന് പറയുന്ന സമരസമിതി പ്രവർത്തകർ ദളിതരായതുകൊണ്ടാണ് ഇതൊരു വലിയ പ്രശ്നമാണെന്ന് മനോരമ അവതരിപ്പിക്കുന്നത്. ഇതിനു പോലീസുകാരെ കൊല്ലപ്പെടുമ്പോൾ പോലും ഇതൊരു വലിയ പ്രശ്നമാണെന്ന് അവതരിപ്പിക്കാത്തോ. ഇത്രയും വലിയ ഇപ്പം നാമജപ ഘോഷയാത്രക്കാരുടെ ഒരു ഹർത്താൽ നടത്തി 79 KSRTC ബസ് ഏതാണ്ടാണ് എറിഞ്ഞുടച്ചത്. പോലീസ് ജീപ്പുകൾ ആക്രമിച്ചു, പല നാശനഷ്ടങ്ങളും അവരുണ്ടാക്കി. വഴിയിൽ തന്നെ പെരുവഴിയിൽ യാത്രക്കാരെ മർദ്ദിക്കുന്നുണ്ടാവും. ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ ഇവിടെ കോടതിയുണ്ട്. കോടതി അതിൽ സുവമോട്ടോ എന്ന് വെച്ചായിട്ട് നമുക്കറിയത്തില്ല. ഇത് നടക്കുന്ന സമയത്ത് മനോരമ ചാനലും ഉണ്ട് ഇവിടെ. അവരും ഇതൊന്നും ഒരു പ്രശ്നമാണെന്ന് തോന്നിയത്. 3 ഹർത്താൽ വേണ്ട എന്നിപ്പോൾ വാചകടിക്കുന്ന മാന്യന്മാർ അന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരന്ന് പറഞ്ഞില്ല ഹർത്താൽ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഞങ്ങൾ ഹർത്താൽ നടത്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവരല്ല. ഹർത്താൽ നടത്താൻ നിർബന്ധിക്കപ്പെടുകയും സർക്കാരിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുക, ഞങ്ങളുടെ മുന്നിലൊരു സമരമാർഗം വന്നിട്ട് ഹർത്താൽ ഞങ്ങളെ പ്രഖ്യാപിച്ചു. അത് നടത്തി, അത് വിജയിച്ചു.
അത് വിജയിച്ചെന്ന് സമ്മതിക്കാൻ കേരളം തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് ഈ സമരസമിതിക്കെതിരെ വ്യാപകമായ അപവാദ പ്രചരണങ്ങളും ഇല്ലാ കഥകളും പ്രചരിപ്പിക്കുന്ന ഒരു പണിയാണ് ചെയ്തതെങ്കിലും മീഡിയയിൽ സീരിയസ് ആയി മീഡിയ കൈകാര്യം ചെയ്യുന്ന കക്ഷികൾ, ഉദാഹരണത്തിന് എഡിറ്റേഴ്സ് ഗിൽഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഈ പല ചാനലുകളിലും എഡിറ്റേഴ്സ് വന്നിരുന്ന് സംസാരിക്കുന്നത്, അതിനകത്ത് വളരെ വ്യക്തമായ സ്റ്റാൻഡുകൾ പറയുന്നുണ്ട്. ഇത് വളരെ മോശമായി പോയെന്ന് പറയുന്നുണ്ട്. ഇത് ഹർത്താലിനോട് മീഡിയ എടുത്ത സമീപനവും പോലീസ് എടുത്ത സമീപനവും ഒട്ടും ജനാധിപത്യപരമല്ല എന്നുള്ള വ്യക്തമായി പറയുന്നുണ്ട്. അവർക്കത് പറയാതെ നിൽക്കാൻ പറ്റില്ല. കാരണം അതൊരു പ്രാഥമികമായ ഒരു കാര്യമാണ്. ഇത്രയും കേസുകൾ, ആയിരക്കണക്കിന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്, ആയിരക്കണക്കിന് പ്രതികളുമുണ്ട്. ഒരൊറ്റ സ്ഥലത്ത് പോലും പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചതായിട്ട് തെളിവില്ല. എന്നിട്ടും പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കാനുള്ള വകുപ്പ് ഉപയോഗിച്ച് ഒരു കേസെടുത്തു. അജിമോൻ ചാലക്കേരി എന്ന് പറഞ്ഞ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആള് ക്യാൻസർ രോഗിയെ കൊല്ലാൻ ശ്രമിച്ചു. വധശ്രമത്തിനാ കേസെടുത്തത്. ആ മനുഷ്യന്റെ അടുത്തേക്ക് പോലും അജി പോയിട്ടില്ല, ഒരു പരസ്പരം തൊട്ടിട്ടില്ല. ഇതിനെല്ലാം വീഡിയോ നമ്മുടെ കയ്യിലുണ്ടെന്നേ. ചെങ്ങന്നൂർ 5 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെ വിടുന്നില്ല. വൈകുന്നേരം വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഇവരെ വിടുന്നില്ല. ഇവരെല്ലാം അവിടെ ചെന്നിട്ടും വിടുന്നില്ല. ഇവരെ ഞങ്ങൾ കോടതി ഹാജരാക്കാൻ പോവാണെന്ന് പറഞ്ഞു. കോടതി ഹാജരാക്കാനായിട്ട് പിറ്റേ ദിവസം കോടതി ഹാജരാക്കുമെന്ന് പറഞ്ഞു. രാത്രി ആ പിള്ളേരെ അവിടെ പാർപ്പിച്ചു, 5 പേരെ പാർപ്പിച്ചു. ജയിലിലല്ല, പോലീസ് സ്റ്റേഷൻ പാർപ്പിച്ചിട്ട് രാവിലെ, പിറ്റേ ദിവസം രാവിലെയും വരുന്നില്ല. അവർ പിന്നെ അടുത്ത കുറേ പ്രതികളെ തേടി നടക്കും, എന്തൊക്കെയോ ആയിരുന്നു. എന്തായാലും ഉച്ച കഴിഞ്ഞൊരു പ്രതികളെ ഹാജരാക്കി. പ്രതികളെ ഹാജരാക്കിയപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു നിയമലംഘനം കോടതി കണ്ടത്, പ്രതികളെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡി വെക്കാൻ പാടില്ല. ഇവർ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയവും പ്രൊഡ്യൂസ് ചെയ്ത സമയവും തമ്മിൽ 24 മണിക്കൂറിലധികമുണ്ട് എന്ന്. രണ്ടാമതൊരു കാര്യം, പ്രതികളെ 5 പേരാണ് പ്രതികൾ. ഇവരാ സമരത്തിൽ പങ്കെടുത്തവർ തന്നെ. അവരാ വഴിയുടെ സൈഡിൽ നിൽക്കുമായിരുന്നു. വന്ന് പോലീസ് ജീപ്പിട്ട് ഇവന്മാരെ പിടിക്കണമെങ്കിൽ പോവുകയും ചെയ്തു. ഏതോ പ്രൈവറ്റ് കാറിൻ്റെ ഗ്ലാസ് ഇളക്കിയെന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ ഇവരെ പിടിക്കേണ്ടി പോയിട്ട് പോലീസ് എടുത്ത കഥ എന്നാന്ന് പറഞ്ഞാൽ, ഒരാളെ പന്തളത്ത് നിന്ന് വിളിച്ചു, ഒരാളെ കുരമ്പാലിൽ നിന്ന് വിളിച്ചു, ഒരാളെ വേറെ കോളനിയിൽ നിന്ന് വിളിച്ചു. ഇങ്ങനെ ഒരു കഥ അങ്ങ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ കോടതിക്ക് സംശയം തോന്നി. അതായത് 10:25 ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു, അല്ല 11:25 കസ്റ്റഡിയിൽ എടുക്കുന്നു, 11:35 മറ്റേ സ്ഥലത്ത് നിന്ന് കസ്റ്റഡി. 10 മിനിറ്റ് പോരാ അവിടെ വരെ വണ്ടി ഓടിയെത്താൻ. 10 മിനിറ്റ് പോരാ. ഇവിടുന്ന് എങ്ങനെ ഓടിയാലും 10 മിനിറ്റ് കൊണ്ട് എത്തിയല്ലോ അവിടെ. എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് കസ്റ്റഡിയിൽ എടുത്തു, 2 മണിക്കൂർ കഴിഞ്ഞ് അമ്പികയെ കോഴിക്കോട് നിന്ന് കസ്റ്റഡിയിൽ എടുത്തെന്ന് പറയുന്ന ഒരു നോണ. അപ്പോൾ കോടതി വലിയതൊന്നും നടക്കുന്ന കാര്യമില്ല. പിള്ളേരോട് ഞാൻ വെറുതെ കുട്ടിയൊക്കെയാണ്, ഞങ്ങൾ വേറെ ഒരു പണിയും പോയി നോക്കാൻ പറഞ്ഞ് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഈ ഹർത്താലിനോട് മലയാളി സമൂഹത്തിലെ ഒരു സെക്ഷൻ വളരെ ശത്രുതാപരമായി ഇടപെട്ടപ്പോൾ തന്നെ മലയാളി സമൂഹത്തിലെ വലിയൊരു വിഭാഗം ഈ ഹർത്താലിനെ പിന്തുണച്ചു. അതിൽ ഏറ്റവും ഇതായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, എനിക്ക് ഹർത്താലിനോട് താല്പര്യമില്ല, അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരെ കണ്ടു. ഹർത്താലിനോട് താല്പര്യമില്ല, പക്ഷെ ഈ ഹർത്താല് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ള എനിക്ക് ഒരുപാട് പൊതു വ്യക്തികളുടെ കമന്റ് വരുന്നുണ്ട്. അങ്ങനെ വളരെ വ്യാപകമായിട്ട് ഒരു പിന്തുണ നേരത്തെയൊക്കെ നടത്തുന്ന, കേരളത്തിലാണെങ്കിൽ തന്നെ ദളിതർ നടത്തിയ 4ാമത്തെ ഹർത്താലാണ് ഈ നടന്നത്. ഇതിനു മുൻപില്ലാത്ത വിധമുള്ള ഒരു പൊതുസമൂഹ പിന്തുണ ഇതിന് കിട്ടിയിരുന്നു. അത് 2 കാരണങ്ങളാണ്. ഈ കോസുള്ള ജനുവിനാണ്. 2 അക്രമാസക്തമായ സമരമല്ല നടന്നെന്ന് തലയ്ക്ക് ഒളിവുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇത് വെറുതെ സ്റ്റോറി നിർമ്മിച്ചെടുത്തതാണെന്നുള്ളത്. പിന്നെ എന്ത് വില കൊടുത്തും ദളിതരെ പാഠം പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നവരൊക്കെയാണ് ഈ തെറി വിളിച്ച് രംഗത്തുള്ളത്. അപ്പോൾ ആ പിന്തുണയെ ഞങ്ങൾ നിസ്സാരമായി കാണുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ പിന്തുണ കൂടിയാണ്. ദളിത് ക്വസ്റ്റ്യൻ ഉയർത്തിക്കൊണ്ട്
ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മുന്നേറ്റം സംഭവിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ തയ്യാറാണെന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു പാഠം. അതുകൊണ്ട് ആ പിന്തുണയെ രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറെ വൈകാരിക ബന്ധമൊന്നും അല്ലത്, രാഷ്ട്രീയമാണ്. അതിനൊരു ഭാവിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിലെ ഒരു അംബേദ്കറേറ്റ് പൊളിറ്റിക്സ് എന്നുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അത് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ ഒരു വളർച്ചയുടെ ഒരു ഘട്ടമായിട്ട് ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും അതിനകത്തൊരു അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കേരളം ഈ ഒരു ഇടതുപക്ഷ പൊതുബോധത്താൽ നിർമ്മിതമായ ഒരു സമൂഹമാണ്. ഇടതുപക്ഷം എന്തോ വലിയ സുന്ദരമായൊരു ലോകം നിർമ്മിക്കുമെന്നുള്ള വിശ്വാസത്തിന് ഇപ്പോഴും ഇളക്കം തട്ടാത്തൊരു സ്ഥലമാണ് കേരളം. അപ്പം അതിന് കാരണങ്ങളുമുണ്ട്. ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അധികാരത്തിൽ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ ബോധം ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് വന്നാൽ ഈ ബോധമൊക്കെ പെട്ടെന്ന് മറിയും. ബംഗാളിലും ത്രിപുരയിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇടതുപക്ഷ ബോധം. അപ്പോൾ ഞാൻ വളരെ കർശനമായ സ്റ്റാൻഡേർഡ്, ഞാൻ ഇടതുപക്ഷമല്ല എന്നൊക്കെ ചില വേദികൾ ഞാൻ തുറന്നു പറയും. അത് കുറച്ചൊരു പ്രകോപനപരമാണെന്ന് അറിയാമെങ്കിലും ഞാനത് പറയും. കാരണം ശരിയല്ല, അപ്പൊ തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഓരോ വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അത് കൂടുതൽ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഭരണഘടന ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം ഇപ്പൊ നിയമസഭയിൽ ഉണ്ട്. ശരിക്കും ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ട് സഭടകത്ത്. പക്ഷേ നമ്മളിപ്പോ തിരിച്ചറിയേണ്ട കാര്യം 50% ആദിവാസി അല്ലെങ്കിൽ ദളിത് പിന്നെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ലാപ്സായി പോയി എന്നുള്ളതാണ്. 50% അടുത്ത് ഫണ്ട് ഉപയോഗിക്കാതെ പോയി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഭടകത്ത് എങ്ങനെയാണ് ഈ അംബേദ്കറേറ്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ദളിത് പൊളിറ്റിക്സ് വരുന്നത് എന്നുള്ളത്. സഭടകത്ത് അങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നില്ലല്ലോ. ഇതാണ് ഒരു പുതിയ പൊളിറ്റിക്സിലൂടെ മാത്രം പരിഹരിക്കാവുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. ആത്യന്തികമായി ഇത് പരിഹരിക്കണമെങ്കിൽ ഒരു പുതിയ ഒരു അംബേദ്കറേറ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അംബേദ്കർ മുന്നോട്ട് വെച്ച രാഷ്ട്ര ദർശനത്തെ, വാട്ട് ഷുഡ് ബി എ സ്റ്റേറ്റ് എന്ന ചോദ്യത്തിന് അംബേദ്കർ ഒരു ഉത്തരം പറയുന്നുണ്ട്. എന്തായിരിക്കണം ഒരു സ്റ്റേറ്റ്? ആ രാഷ്ട്ര ദർശനത്തിൻ്റെയും അദ്ദേഹം ഒരു സമൂഹ ദർശനത്തെ മുന്നോട്ട് വെക്കുന്നു. സോഷ്യൽ ഡെമോക്രസി ആയിരിക്കണം സമൂഹത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വ്യക്തിബന്ധങ്ങളുടെ ബേസിക് പ്രിൻസിപ്പിൾ ഇതായിരിക്കണം എന്ന് പറയുന്നു. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമൂഹ ദർശനത്തെയും രാഷ്ട്ര ദർശനത്തെയും പ്രധാനമായി എടുക്കുന്ന ഒരു പൊളിറ്റിക്സിനെയാണ് ഞാൻ അംബേദ്കറേറ്റ് പൊളിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. അംബേദ്കറുടെ ആശയങ്ങൾ കൊണ്ട് മാത്രമല്ല ലോകം ജീവിക്കേണ്ടത് എന്ന വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. അല്ലാതെയും നിരവധി ധാരകൾ ലോകത്തുണ്ട്. അതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം വിശാലമായ ഒരു രാഷ്ട്ര ദർശനം അംബേദ്കർക്കുണ്ട്. ഈ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധമുള്ള, അവർക്ക് മതിയായ പ്രാതിനിധ്യം കൊടുത്ത് രാഷ്ട്രം റീഅക്കമഡേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കാര്യമായി എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്ര ദർശനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആൻറ്റി കാസ്റ്റ് പൊസിഷൻ നമ്മൾ ജാതി വിരുദ്ധമായ അദ്ദേഹത്തിന് കേവല നിലപാടല്ല, ഈ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച വളരെ സവിശേഷമായ ഒരു പഠന മാതൃക സൃഷ്ടിച്ചുകൊണ്ട് അതാർക്ക് വായിച്ചാലും അതങ്ങനെ മനസ്സിലാവും. അതല്ലാതെ ദളിതരുടെ കാര്യമൊന്നും അല്ല, ആർക്ക് അംബേദ്കർ വായിച്ചാലും മനസ്സിലാവും. വളരെ അപ്പോൾ ആ മാതൃക വെച്ച് ഇന്ത്യയെ പരിശോധിക്കുകയും ഇന്ത്യയിൽ ഈ നേരത്തെ അംബിക സൂചിപ്പിച്ചതുപോലെ നിതിൻ രാജ് മരിക്കുന്നതോടൊപ്പമാണ് 7,144 കോടി രൂപ പട്ടികജാതിക്കാരുടെ ഫണ്ട് ഇല്ലാതാവുന്നത്. ഇത് രണ്ടും ഈ അവഗണനയുടെ ഒരു സംഗതി, രണ്ടറ്റായിട്ട് നമ്മൾ അതിനെ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ പറയുന്നത്. ഒരേ സമയം രാഷ്ട്രത്തിൻ്റെ ഒരു പുറന്തള്ളൽ വ്യവസ്ഥ ഇതിനകത്ത് ശക്തമായി പ്രവർത്തിക്കുന്നു, സമൂഹത്തിൻ്റെ ഒരു പുറന്തള്ളൽ വ്യവസ്ഥയും ശക്തമായി പ്രവർത്തിക്കുന്നു. ഈ പുറന്തള്ളൽ വ്യവസ്ഥയും മറികടന്ന് നമുക്കൊരു ഡെമോക്രാറ്റിക്
സൊസൈറ്റിയും ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റും വേണമെങ്കിൽ നീതി അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം. ഈ പുറന്തള്ളലിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സംവിധാനമായി സമൂഹവും സംവിധാനമായി രാഷ്ട്രവും മാറുന്നു. പുറന്തള്ളൽ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ജനാധിപത്യത്തിൻ്റെ പ്രധാന കടമ എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷെ നമ്മളുടെ സിസ്റ്റം ഈ കാസ്റ്റ് ഇംപ്രിന്റഡ് ആയതുകൊണ്ട് പുറന്തള്ളൽ വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നു. ഇപ്പൊ 14 പട്ടികജാതി MLA-മാർ, 2 പട്ടികവർഗ MLA-മാർ, ഒരു 10% ഉള്ളൂ അല്ലെങ്കിൽ 12% ഉള്ളൂ, ഒക്കെ അത് മതി എന്നൊക്കെ വേണേൽ പറയാം. അവർക്കിടയിൽ നിന്നും പൊതുമനുഷ്യരൊന്നും ഇല്ലേ? ഈ വിഭാഗത്തിനിടയിൽ നിന്ന് നിയമസഭയിൽ കയറിയിരിക്കാൻ പറ്റിയ പൊതു വ്യക്തിത്വങ്ങളില്ല എന്ന് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹം തീരുമാനിക്കുന്നത്? അതാണ് ജാതി എന്നാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. അപ്പൊ അത് ഈ 140 MLA-മാരും 16 എണ്ണം കഴിഞ്ഞാൽ ഈ 124 മണ്ഡലങ്ങളിൽ പ്രാതിനിധ്യം കിട്ടേണ്ടതും എന്നാൽ പ്രാതിനിധ്യം ഇല്ലാത്തതുമായ ഒരു വിഭാഗം സ്ത്രീകളാണ്. 50% അവരുടെ ജനസംഖ്യ, 50%-ലധികമാണ് കേരളത്തിൽ. 10% താഴെയാണ് അവരുടെ പ്രാതിനിധ്യം. അപ്പൊ ഇതാരെ ചോദിക്കുന്നത്? ആരും ചോദിക്കുന്നില്ല. ആദ്യമായിട്ട് ഇപ്പോഴാണ് ഒരു ചോദ്യം വന്നത്. ഈ ഒരു ചർച്ച ചെയ്ത് അല്ല, അത് നോർമലൈസ് ചെയ്ത് നമ്മളതങ്ങ് ഇന്റേണലൈസ് ചെയ്തേക്കുക. അതൊക്കെ ഒരു സാധാരണ കാര്യമല്ലേ എന്നുള്ള ലൈനാണ് നമ്മൾ പറയുന്നത്. ഇതേ മനോഭാവമാണ് ദളിതരുടെ കാര്യത്തിലും ഉള്ളത്. ഇപ്പൊ 137 MP-മാർ ഇന്ത്യൻ പാർലമെന്റിൽ ഉള്ള SC/ST MP-മാരുണ്ട്. അപ്പൊ ഒരു 150 MP-മാരെ വിലയ്ക്ക് വാങ്ങാൻ കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ട്. ഇന്ത്യ ഭരിക്കാവുന്നൊരു സമൂഹം അവര്, മനസ്സിലായോ? പക്ഷെ അത് അങ്ങനെ പോലും ഭാവന ചെയ്യാനായിട്ട് സമ്മതിക്കാത്ത വിധമാണ് ഇതിന്റെ സംഭവം കിടക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കി MP-മാരെ വിലക്കെടുക്കണോ വേണ്ടിയോ എന്നുള്ള തർക്കമല്ല പറയുന്നത്. അതല്ല പറയുന്നത്. നിരൂപത ഓൾറെഡി ഉണ്ടെന്ന്. ഇനി ബാക്കി 545 ഭൂരിപക്ഷം കിട്ടാനുള്ള ആ MP-മാരെ നമ്മുടെ കൂടെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞ് ഇന്ത്യ ഭരിക്കാൻ പറ്റുന്ന കക്ഷികളാണ്. അവർക്ക് അവരുടെ ഫണ്ട് പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സംഭവം. അപ്പൊ ഇതിനൊരു പൊളിറ്റിക്കലായ ഒരു സംഭവം വേണം. അപ്പൊ നമുക്ക് കേവലമായ റെപ്രസെന്റേഷൻ പോരാ. കേവലമായിട്ടുള്ള റെപ്രസെന്റേഷൻ കൊണ്ട് കാര്യമില്ല എന്നുള്ളത് എത്രയോ വർഷമായിട്ട് തെളിയുന്നു. അപ്പോൾ എഫക്റ്റീവ് റെപ്രസെന്റേഷന് അല്ല ആക്ച്വൽ റെപ്രസെന്റേഷന് ഒരു പൊളിറ്റിക്സ് ഇവിടെ ഉയർന്നു വരണം. അപ്പൊ അത് കേരളത്തിൽ അമ്പക്കറയ്ക്ക് പൊളിറ്റിക്സിന്റെ വിസിബിലിറ്റി വളരെ വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. രോഹിത് വെമുലയുടെ മരണത്തിന് ശേഷം ഇന്ത്യയിലെ ഇന്റലക്ച്വൽ വിങ് എന്ന് വിളിക്കാവുന്ന പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥി സമൂഹം, ഗവേഷക സമൂഹം അംബേദ്കറിലേക്ക് ഉറ്റുനോക്കുകയും വളരെ വിപുലമായ പഠനങ്ങൾ ലോകത്തുണ്ടായി വരികയും ചെയ്യുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു അംബേദ്കറൈറ്റ് പൊളിറ്റിക്സിന്റെ സാധ്യതയാണ്. അത് കേരളത്തിലും ഉണ്ട്. കേരളം ഈ ഇടതുപക്ഷ പൊതുബോധത്തിൽ ഇങ്ങനെ അഭിരമിക്കുന്നതിന് അംബേദ്കർ എന്നൊക്കെ പറയുമ്പോൾ ഒരു തടസ്സമാണ്, ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അവരതുകൊണ്ട് എന്നാ ചെയ്യുന്നത് വെച്ചാൽ മാർക്സിസം പ്ലസ് അംബേദ്കറിസം എന്നുള്ള ലൈനാണ്. ഇതിനകത്തുള്ള നമ്മൾ ബേസിക് ആയിട്ട് മാർക്സിസ്റ്റുകളായിട്ടുള്ള സാമൂഹിക ധാരയ്ക്കും അംബേദ്കറൈറ്റ് ആയിട്ടുള്ള സാമൂഹിക ധാരയ്ക്കും വേണമെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഐക്യപ്പെടുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ മാർക്സിസവും അംബേദ്കറിസവും ഒന്ന് തന്നെയാണെന്ന് പറയുന്നതിനാണ് പ്രശ്നമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് ഐക്യപ്പെടുന്നതിന് തടസ്സമൊന്നും അല്ലെന്നേ. അത് ഗാന്ധിയന്മാർക്കും വേണേൽ ഐക്യപ്പെടാം. അതൊക്കെ പൊളിറ്റിക്സിൽ സർവ്വസാധാരണമായ കാര്യമാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ആനന്ദ് തൃത്തുംദെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മാർക്സിസത്തിന്റെ ചില ഗ്യാപ്പുകൾ പരിഹരിക്കാൻ അംബേദ്കർ അനിവാര്യമാണെന്നുള്ളതാണ് പുള്ളിയുടെ വാദത്തിന്റെ രത്നം ചുരുക്കം. അതൊരു ശരിയായ ഇന്റർപ്രിട്ടേഷൻ അല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നൊരു കാര്യം. യഥാർത്ഥത്തിൽ അംബേദ്കർ മറ്റൊരു മെത്തഡോളജി, ഒരു രീതിശാസ്ത്രം
നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെ പഠിക്കണം, അത് വർഗ വിശകലനത്തിലൂടെ സാധ്യമല്ല എന്ന് തന്നെ അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട്. വർഗം എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് ഈസ് ആൻ എൻക്ലോസ്ഡ് ക്ലാസ് എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ വർഗം ജീവിച്ചു എന്ന് പറഞ്ഞ ലളിത യുക്തിയൊന്നും നിൽക്കില്ല. അപ്പൊ അതിനകത്ത് അങ്ങനെ പറഞ്ഞ ജാതികൾ ഇന്ത്യയിൽ എന്ന പുസ്തകത്തിൽ ഈ വാചകത്തിന് ശേഷമുള്ള വാചകത്തിൽ ക്ലാസ് എന്നാൽ എക്കണോമിക് ക്ലാസ് മാത്രമല്ലെന്നും അത് സോഷ്യൽ ക്ലാസ് ആകാമെന്നും കൾച്ചറൽ ക്ലാസ് ആകാമെന്നും വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ടും ഇത് സമ്മതിക്കില്ല. അംബേദ്കർ ക്ലാസ് അംഗീകരിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പൊ നമ്മൾ ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറിയെ അംബേദ്കർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തൊഴിലെടുക്കുന്നവർ അംഗീകരിക്കുന്നില്ല എന്നല്ല, പണിയെടുക്കുന്നവർ അംഗീകരിക്കുന്നില്ല എന്ന് അംബേദ്കർ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ സൊസൈറ്റിനെ പിന്നെ ആ രീതിയിൽ മാത്രം ക്ലാസ് എന്ന് പറയുന്നത് മാർക്സിസത്തിൽ ഒരു കാറ്റഗറിയാ, പണിയെടുക്കുന്നവരല്ല. അത് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഈ ജനപ്രിയ മാർക്സിസ്റ്റുകൾ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യം. ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാ പണിയെടുക്കുന്നവരും ക്ലാസ് അല്ല. പ്രൊലറ്റേറിയൻ ക്ലാസ് എന്ന് പറയുന്നത് ആധുനിക തൊഴിലാളികൾക്കാ. നമ്മളിവിടെ വന്ന് ഞങ്ങളുടെ പറമ്പ് ഇവിടെ ഈ അപ്പുറം കുറെ സാധനം അതൊന്ന് ശരിയാക്കാവോ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ശരിയാക്കിയിട്ട് പോകുന്ന ഒരാൾ, അയാള് ക്ലാസ് ഒന്നും അല്ല. വെറുതെ നമ്മൾ തെറ്റിദ്ധരി. അത് ഈ പറയുന്ന മാനിഫെസ്റ്റോയിൽ തന്നെ പറയുന്നുണ്ട്. പെറ്റി ബൂർഷ്വാസിയെ കുറിച്ചും ചെറുകിട കച്ചവടക്കാരെ കുറിച്ചും ഒക്കെ പറയുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്ക് ഇനി MP ഒന്ന് പോകുന്ന എടുത്ത് ഒന്നുകൂടി വായിക്കും. അപ്പൊ അതിനകത്ത് അവർ യഥാർത്ഥത്തിൽ ഒറ്റുകാരാണ്. അവർ വിപ്ലവത്തിന് അനുയോജ്യരായ വർഗമേ അല്ല, ഈ ചെറ്റ വർഗം. ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഈ ചെറ്റ വർഗം. അങ്ങനെ തന്നെ മാർക്സിന്റെ ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്നതല്ല. മാർക്സിസത്തിന്റെ അനാലിസിസിൽ മുതലാളിത്തത്തിലേക്ക് സമൂഹം പ്രവേശിച്ചു കഴിഞ്ഞാൽ മുതലാളിത്തം സ്വയം തന്നെ അതിൻ്റെ നശീകരണ ശക്തികളെ കൂടി വളർത്തിയെടുക്കുന്നു. തൊഴിലാളി വർഗമാണ് ആധുനിക തൊഴിലാളി വർഗം. ആധുനിക തൊഴിലാളി വർഗം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ തൊഴിലാളി വർഗത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞ് എംഗൽസ് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പറയുന്ന ആധുനിക തൊഴിൽ വർഗമാണ്. കർഷകരെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല ആ നിലയ്ക്ക്. പിന്നെ മാവോവിനെ പരിഹരിച്ചെന്ന് വേണമെന്നൊക്കെ പറയാം. അപ്പൊ ഇതൊരു കാറ്റഗറിയാണ്. തൊഴിലാളി വർഗം എന്ന് പറയുന്നൊരു കാറ്റഗറി. ആ കാറ്റഗറി അംഗീകരിക്കുന്നില്ല എന്നേ ഉള്ളൂ, തൊഴിലെടുക്കുന്നവർ അംഗീകരിക്കുന്നില്ല എന്ന് അതിനർത്ഥമില്ല. മാത്രവുമല്ല, അംബേദ്കർ ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ലേബർ മെമ്പറായിരുന്നു. ഈ ലേബർ മെമ്പർ ആയിരുന്ന കാലത്താണ് ഇന്ത്യയിലെ പണിയെടുക്കുന്നവരുടെ മിനിമം കൂലി മുതൽ പ്രസവാവധി വരെയുള്ള നിരവധി നിയമങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ആ കാലഘട്ടത്തിൽ. അതാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചിലപ്പോൾ അത് കുറെ എണ്ണം മോദി ഗവൺമെന്റ് റദ്ദ് ചെയ്തു. ഇപ്പൊ മിച്ച എന്തെങ്കിലുണ്ടെങ്കിൽ അത് പുഷി എഴുതിയ സാധനങ്ങളായി നിൽക്കുന്നത്. പിന്നെ പരിഷ്കരിച്ചിട്ടുണ്ടാവാം, തൊഴിലാളി വർഗ സമരത്തിലൂടെ അത് കൂട്ടിച്ചേർക്കലൊക്കെ ഉണ്ടാവാം. പക്ഷെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നത് ഈ വൈസ്രോയി കൗൺസിലാണ് അതിന്റെ ഡ്രാഫ്റ്റ് ഉണ്ടായി വരുന്നത്. അപ്പൊ അംബേദ്കർ അങ്ങനെ തൊഴിലെടുക്കുന്നവർക്കെതിരല്ല, തൊഴിലാളി വർഗം എന്ന കാറ്റഗറി കുഴപ്പം പിടിച്ചൊരു കാര്യം തന്നെ പറയുന്നത്. മാത്രമല്ല, ഈ കാസ്റ്റ് സിസ്റ്റത്തിനകത്ത് ഈ എക്കണോമിക് ഒരാളുടെ സ്ഥാനം മാർക്സിസത്തിൽ നിർണ്ണയിക്കുന്നത് ആ എക്കണോമിക് സിസ്റ്റത്തിനകത്ത് അയാളുടെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണ്. അത് അങ്ങനെയാണ് അയാളുടെ ക്ലാസ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അയാൾ മധ്യവർഗമാണോ ബൂർഷ്വാസിയാണോ അതോ തൊഴിലാളി വർഗമാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇയാളുടെ ഈ എക്കണോമിക് സിസ്റ്റവുമായി ഇയാൾക്കുള്ള ബന്ധമാണ്. കോൺട്രിബ്യൂഷൻ ആൻഡ് അങ്ങനെ ആദാന പ്രദാനം എന്താണ് അത് നോക്കിയിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുക. അങ്ങനെ വലിയ കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത അനേകം വർഗങ്ങൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാടോടികൾക്ക് നമ്മുടെ മെയിൻ സ്ട്രീം എക്കണോമിയിൽ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. അവർ കൊന്നു കളയാൻ പറ്റുമോ? മാർക്സ് മൂലധനത്തിൽ പറയുന്നൊരു കാര്യം, മൂലധനം ഒന്നുകൂടെ വായിക്കട്ടോ, അതിനെന്താ പറയുന്നൊരു കാര്യമുണ്ട്. അതുമല്ല സർ, അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാല് മാർക്സ് ഇന്ത്യയിലത്തെ കാസ്റ്റ് സിസ്റ്റത്തെ കുറച്ചും കൂടി ഇന്ത്യ ചരിത്രക്കുറിപ്പുകളിൽ മാർക്സിന് പിന്നെയും ഇന്ത്യയുടെ സാഹചര്യം എന്തെന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണയുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾക്ക് അതിനെക്കുറിച്ച് മാർക്സിന്റെ അത്ര പോലും
ഇന്ത്യയിലെ മാർക്സിസത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക്കലി മാർക്സ് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഈ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു ഭീകരത മാർക്സ് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾ അതെ, പിന്നെ അത് അത് മനസ്സിലാക്കിയില്ല തമ്മിൽ എന്നുള്ളതാണ് കമ്പയർ ചെയ്താൽ മെച്ചപ്പെട്ട മനസ്സിലാക്കൽ മാർക്സ് മാർക്സിനാണ്. നടത്തിയിട്ടുണ്ട്. അല്ല, ബേസിക്കലി മാർക്സ് ഒരു തത്വചിന്തകനാണ്. ഉം, ഉം, അപ്പൊ അതിന്റെ ഒരു വെളിച്ചം അദ്ദേഹത്തിന്റെ എഴുത്തിലും കാഴ്ചയിലും ഒക്കെ ഉണ്ട്. ഉം. ലഭ്യമായ കാര്യങ്ങൾ വെച്ചിട്ട് വംശത്തെക്കുറിച്ചും വർഗത്തെക്കുറിച്ചും വംശത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഉം, സമഗ്രമല്ലെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആൾ. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം, ഈ മാർക്സിനെ തന്നെ മാർക്സും പ്ലസ് അംബേദ്കർ പിന്നെ ഗാന്ധി കൂടി ഇടയിൽ കുശാലായി എന്നുള്ള വാദമൊക്കെ വെറുതെ നടക്കില്ല. പറയുന്ന കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഉം, ഉം, അപ്പോൾ അംബേദ്കർ പക്ഷേ ഈ ക്ലാസ്സിനെ ഒരു കാറ്റഗറി ആയിട്ട് ഇന്ത്യക്കകത്ത് ഉപയോഗിച്ചാൽ ഉം, ഈ ബഹിഷ്കരണം എന്ന് പറയുന്ന പ്രക്രിയക്ക് തടസ്സം സൃഷ്ടിക്കാൻ അതിന് കഴിയില്ല എന്നൊരു വാദം അംബേദ്കർ പറയുന്നു. ഉം, അതായത് ഈ റെയിൽവേ തൊഴിലാളികളിൽ ഉം, എന്തുകൊണ്ടാണ് പ്ലാറ്റ്ഫോം തൊഴിലാളികളിൽ നിന്ന് അൺടച്ചബിൾസിനെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ചോദ്യം ഉം, 36 തന്നെ അംബേദ്കർ ഉന്നയിക്കുന്നുണ്ട്. ഉം, ഉം, ഉം. അത് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അവിടെ കുറെ പട്ടികക്കാരെ അവിടെ കയറ്റിയില്ല, അൺടച്ചബിലിറ്റി ഉള്ളവരെ കയറ്റിയില്ല, ഇങ്ങനെയൊന്നും മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. എന്നാൽ നമ്മൾ പറയുന്ന ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറി ഉം. ബഹിഷ്കരണത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ലെന്ന് അതിന്റെ അർത്ഥം. അതെ, അതെ. നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ കാര്യമില്ലെന്ന് കൂടി അതിന്റെ അർത്ഥം. ഉം, ഉം, ഈ ബഹിഷ്കരണത്തെ ആണ് അംബേദ്കർ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഉം. ഈ ബഹിഷ്കരണത്തെ എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ്. ഒരു ആധുനിക സ്റ്റേറ്റ് എങ്ങനെ ഈ ബഹിഷ്കരണത്തെ കൺഫ്രണ്ട് ചെയ്യണം. അപ്പോൾ മാർക്സിൽ നിന്ന് ഭിന്നമായ സമൂഹ ഭാവനയും ഉം. രാഷ്ട്രഭാവനയും അംബേദ്കറുടേക്ക് വരുന്നത്. ഉം. മാർക്സിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ ലെനിനിസം, സ്റ്റേറ്റ് ആൻഡ് റെവല്യൂഷൻ ഉം. എന്ന സംഭവത്തിൽ അദ്ദേഹം സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഒപ്രസീവ് മെഷറായിട്ട്. ഉം. അത് പിന്നെ അംബേദ്കർ കൂടുതൽ അങ്ങനെയല്ല. വികസിച്ച് ഐഡിയോളജിക്കൽ ഒപ്രഷൻ എന്നൊക്കെ പറയുന്ന സിദ്ധാന്തമായിട്ടൊക്കെ അത് പരിവർത്തനപ്പെടുന്നുണ്ട്. ഓക്കെ, എന്തായാലും സ്റ്റേറ്റ് തൊഴിലാളി വർഗത്തെ അടിച്ചമർത്താനുള്ള ഭൂഷ്വാസിയുടെ കയ്യിലെ ഉപകരണമാണെന്നുള്ള കാര്യത്തിൽ ലെനിന് തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അംബേദ്കർ അങ്ങനെയല്ലല്ലോ. അംബേദ്കർ ഒട്ടും അങ്ങനെ കാണുന്നില്ല. സ്റ്റേറ്റിനെ കാണുന്നതല്ല. അംബേദ്കർ സ്റ്റേറ്റിനെ കാണുന്നത് സമൂഹം ഒരു ബലാബലത്തിൽ നിൽക്കുന്ന ഒരു 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 സംഘടിപ്പിക്കപ്പെട്ട ഒരു എൻറ്റിറ്റിയാണ് സമൂഹത്തെ അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഈ ബലാബലത്തിനകത്ത് ദുർബലനും പ്രബലനും ഇടയിൽ നിൽക്കുന്ന, അവർക്കിടയിൽ നീതി ഉറപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് സ്റ്റേറ്റിനെ അംബേദ്കർ മനസ്സിലാക്കുന്നത്. ഉം, ഉം. ഇപ്പൊ നമുക്ക് എന്താണ്, ഇപ്പോൾ ഇന്ന് രാവിലെ പത്രമെടുത്ത് ഭക്ഷണത്തെ ഞെട്ടിപ്പോയി. ഒരൊറ്റ സിലിണ്ടറിനൊക്കെ 1000 രൂപയൊക്കെ വില കൂടുക എന്ന് പറയുന്നത്. ഇപ്പൊ ഗൾഫിൽ യുദ്ധമുണ്ടെന്നുള്ളത് ശരി തന്നെ. ഇതെങ്ങനെയായിരിക്കും നമ്മുടെ മനുഷ്യരെ ബാധിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ല. മനുഷ്യൻ എങ്ങനെ ജീവിക്കും? അപ്പൊ ഞാൻ രാവിലെ ഈ പത്രം വായിച്ച് പെട്ടെന്ന് ആലോചിച്ചു, നാട്ടിലേക്ക് താമസം മാറ്റിയാലെന്നാണ്. ഒരു സ്ഥലം പറമ്പൊക്കെ ഉണ്ട്, അല്ല കൃഷിയൊക്കെ അല്ല, അങ്ങനെയൊക്കെ ആയിത്തീരുമോ? ഗ്യാസ് കിട്ടാതെ വരുമോ? നമ്മളിനി തീയൊക്കെ കത്തിച്ച് ഇനി ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരാം. എന്നാൽ വലിയ വരുമാനമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഈ സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നേ? അല്ല, ഹോട്ടലുകളൊക്കെ അടഞ്ഞു കഴിഞ്ഞു. ആ ജീവിതേ അവരുടെ വഴിമുട്ടി. ഹോട്ടലിൽ നിന്ന് തുറന്നു വെച്ചാലും സാധാരണക്കാരൻ അവിടെ കയറി ചായ കുടിച്ച് 2 പൊറോട്ട മേടിച്ച് തിന്നാൻ പറ്റില്ല. അതിന് അത്രയും വിലയായിരിക്കും. കാരണം അത്രയും കോസ്റ്റ് അവർ മുടക്കുന്നുണ്ട്. അല്ല, ഒരുപാട് ജീവനക്കാരിപ്പോ ഒന്ന് വീട്ടിൽ പോയിരിക്കുകയാണ് തൊഴിലില്ലാതെ ആയിട്ട്. അതെ അതെ ഒരുപാട് ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന മനുഷ്യര് വഴിമുട്ടി കഴിഞ്ഞു. ഈ ലേബർ എന്ന് പറയുന്ന സംഗതിയെ ഈ ക്ലാസ് എന്ന സംഗതിയായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഞാനതാ ഈ പറയുന്നത്. ലേബർ ഈസ് നോട്ട് എ ക്ലാസ്, ക്ലാസ് ഈസ് നോട്ട് എ ലേബർ. അപ്പൊ ലേബർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അംബേദ്കർ സമഗ്രമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കാറ്റഗറിയെ അദ്ദേഹം ഒരു അനലിറ്റിക്കൽ ടൂളായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഇവരെങ്ങനെയാണ് ഇത് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് എനിക്ക് അത്ര ആലോചന മനസ്സിലാകാത്ത കാര്യം. എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകൾക്കും അംബേദ്കറുകൾക്കും ഒരു കാരണവശാലും ഒരു കാര്യത്തിലും ഐക്യപ്പെടാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറഞ്ഞു. അതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് ഐക്യപ്പെടാമല്ലോ, അതിന് കുഴപ്പമുള്ളൊരു കാര്യമല്ല. അതൊക്കെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യം. പക്ഷെ ഇതിനെ രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടിയിട്ട് അംബേദ്കർ ഒരു ഇന്ത്യൻ താരവും മാർക്സ് ഒരു അഖിലേന്ത്യാ മറ്റേ അന്താരാഷ്ട്ര താരവും, അദ്ദേഹത്തിന്റെ ചില പിഴവുകൾ പരിഹരിക്കാൻ എന്ന് പറഞ്ഞാൽ മാർക്സിസത്തിന്റെ ഓട്ടകൾ അടയ്ക്കാനായിട്ടുള്ള പശയായിട്ട് അംബേദ്കറെ പൊട്ടിച്ചു വെക്കുന്ന പരിപാടി യഥാർത്ഥത്തിൽ ഭയങ്കര
ഇതൊക്കെ മനസ്സിലാകാത്ത കൊണ്ടായിരിക്കില്ല. ഉം. അവരെല്ലാം ചിന്തകരാണല്ലോ, തത്വചിന്തകരാണെന്നാണ് അവർ സ്വയം കരുതുന്നത്. ഉം. ഉം. തത്വചിന്തയ്ക്ക് എപ്പോഴും ഒരു ബ്ലാങ്ക് സ്പോട്ട് ഉണ്ട്, ഒരു അന്തസ്ഥലി ഉണ്ടാവും. ഉം. ഞാൻ പുള്ളിക്ക് മാത്രമേ അത് മനസ്സിലാകാതെ വരുള്ളൂ. ബാക്കി എല്ലാവർക്കും പിടികിട്ടും ഈ പുള്ളി പറയുന്നത് ശരിയല്ലാതെ. ഈ പറയുന്ന ആളത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതാണ് അതിൻ്റെ ഉം. ഒരു ഒരു പ്രശ്നം. അവിടെ ഒരു എംബക്രൈറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പുതിയൊരു സമൂഹ ഭാവനയും രാഷ്ട്രഭാവനയായിട്ട് നമ്മൾ എടുക്കണം. ഉം. അതിലേക്ക് ദളിതർക്ക് മാത്രമല്ല, ആദിവാസികൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും വരാവുന്ന ഒരു ഭാവനയാണത്. അങ്ങനെ അത് വികസിതമായ രൂപത്തിൽ കണ്ടാൽ മാത്രമേ നമുക്കൊരു പുതിയൊരു പൊളിറ്റിക്സ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിൻ്റെ ചില വിത്തുകൾ ഇതിനകത്ത് പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാറ് പഠിക്കുന്ന ഒരു കാലം, ആ കാലത്ത് ജാതി എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ജാതി ഇത് കൂടുകയാണോ ചെയ്തത്, എങ്ങനെയാണ് ഇതിന് പറയാൻ കഴിയുക നമുക്ക്? ആ കാലം ഉണ്ടല്ലോ, അപ്പൊ സാറ് പഠിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയായിരുന്നു ഈ ബുദ്ധിമുട്ടുകളൊക്കെ? ആ കാലത്തും ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ടാവും, ഈ കാലത്തും അനുഭവിക്കുന്നത്. എങ്ങനെയാണ് അതിനെ കമ്പയർ ചെയ്യാൻ കഴിയുമോ ഒരു കാലത്തിനും ഈ കാലത്തിനും? ലോകത്ത് മനുഷ്യവംശം കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും പ്രാക്ടിക്കലി അതിജീവിച്ച ഒരു സമൂഹ സംവിധാനമാണ് ജാതി എന്ന് പറയുന്നത്. ഒരേ സമയം അത് ആൾക്കാർ പുറന്തള്ളുകയും കുറേ പേരെ അകത്തേക്ക് എടുക്കുകയും പുറന്തള്ളപ്പെട്ടവർക്കിടയിൽ തന്നെ വിഭജനം ഉണ്ടായിരിക്കുകയും അവരതിൽ നിന്ന് കുറേ പേരെ പുറന്തള്ളുകയും, ഈ പുറന്തള്ളൽ എന്ന് പറഞ്ഞാൽ സവർണ കുറേ അവർണരെ പുറന്തള്ളും അല്ല ചെയ്യുന്നത്. അത് പുറന്തള്ളൽ ഇങ്ങനെ തുടർച്ചയാണ്, അതൊരു ചെയിൻ ഓഫ് ആക്ഷൻ ആണത്. അംബേദ്കർ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ജാതി ഇല്ല, ജാതികളേ ഉള്ളൂ എന്ന് പറയാം. ഇറ്റ് ഈസ് എ ചെയിൻ. ആ ചെയിൻ ഇല്ലാതെ ജാതിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് സവർണർ അവർണർ അങ്ങനല്ലത് സംഭവം. ഓരോ ജാതിയും അവരെ ജാതി പുറന്തള്ളും. ബ്രാഹ്മണൻ ബാക്കി എല്ലാവരും പുറന്തള്ളും, എൻ്റെ തൊട്ട് താഴെ അടുത്തവനെ പുറന്തള്ളും, അടുത്തവനെ പുറന്തള്ളും. അങ്ങനെ പുറന്തള്ളൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവിക്കേണ്ടി വരുന്നത് കീഴ്ത്തട്ട് വിഭാഗങ്ങളാണ്. എത്ര പ്രശ്നം അതിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനൊരു മെറ്റമോർഫോസിസ് ഉണ്ട്. ഇതൊരേ സമയം ഈ മനുഷ്യ പ്രകൃതത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനം ഇതിനകത്തുണ്ട്. ഒരേ സമയം നമുക്ക് രാജാവാകാനും അടിമയാകാനും കഴിയുന്ന ഒരു സാധനം ഈ കാസ്റ്റിനകത്ത് കിടപ്പുണ്ട്. നമ്മളെക്കാൾ താഴ്ന്ന ജാതികളോട് നമ്മൾ രാജാവായിരിക്കുകയും നമ്മളെക്കാൾ ഉയർന്ന ജാതികളുടെ മുന്നിൽ അടിമയായിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ രണ്ട് സംഗതിയെയും ഒരേ സമയം ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്, അച്ഛന്മാരുമായിട്ട് ചിലപ്പം വഴക്കൊക്കെ ഉണ്ടാക്കും. അച്ഛനോടൊന്നും പറയാൻ പറ്റില്ല, പിള്ളേരെയാണ് തല്ലുക. ചെറിയ കുറ്റത്തിന് ഒരു കുഞ്ഞടി കൊടുത്താൽ മതിയെങ്കിലും അന്ന് അമ്മ അതിഭീകരമായി മർദ്ദിക്കും നമ്മളെ എന്ന് പറയുന്നത് പോലെ ഇവന് മേൽത്തട്ടിനോട് തോന്നുന്നുള്ള വിരോധം മേൽത്തട്ടിനോട് തീർക്കുന്നേ ഇല്ല. അതവൻ കീഴ്ത്തട്ടിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ചവിട്ട് കീഴ്ത്തട്ടിനാണ് കൊടുക്കുന്നത്, മേൽത്തട്ട് ചോദിക്കുന്ന പോലുമില്ല നിങ്ങൾ എന്തിനെങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അവസരം പറഞ്ഞാൽ എനിക്ക് മേൽത്തട്ടും കീഴ്ത്തട്ടും ഇങ്ങനെയുള്ളത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലെന്ന്. ഒരേ സമയം അവന്റെ അടി മേടിക്കുക, എനിക്ക് കൊടുക്കാൻ താഴെ ആളുണ്ടല്ലോ. പക്ഷെ ഏറ്റവും കീഴ്ത്തട്ടിലുള്ളവരൊന്നും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ടാണ് ഈ പ്രശ്നം നിൽക്കുന്നത്. ഏറ്റവും കീഴ്ത്തട്ട ഈ ഭാരം മുഴുവൻ ചുമക്കേണ്ടി വരിക. അതാണ് ഒരു ദളിത് ക്വസ്റ്റ്യൻ. എന്ത് വൈ ഷുഡ് ദേർ ഇസ് നോ ബ്രാഹ്മൺ ക്വസ്റ്റ്യൻ ഇൻ ഇന്ത്യ? ഇന്ത്യക്ക് അതൊരു ബ്രാഹ്മൺ ക്വസ്റ്റ്യൻ ഉള്ളതായിട്ട് ആർക്കും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ല. ദളിത് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിയും ദളിത് സ്റ്റഡീസ് ഉണ്ട്, വിമൻ സ്റ്റഡീസ് ഉണ്ട്. എന്താണ് പുരുഷ സ്റ്റഡീസ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ബ്രാഹ്മൺ സ്റ്റഡീസ് ഇല്ലാത്തത്? വേണ്ടേ? ഇവരും എങ്ങനെയാ ജീവിക്കുന്നതെന്നൊക്കെ അറിയണ്ടേ? അപ്പം ഇത് നമ്മുടെ സോഷ്യൽ സയൻസിനെയും നമ്മുടെ കൺസീവിങ്ങിനെയൊക്കെ ബാധിക്കുന്ന ഒരു സംഭവം ഇത്. അപ്പം ഞാൻ പറഞ്ഞത് കാസ്റ്റിൻ്റെ മെറ്റമോർഫോസിസ്, അതുകൊണ്ട് തന്നെ വളരെ വലിയ അതിജീവന ശേഷിയുള്ളൊരു സംഭവമാണ് ഈ സിസ്റ്റം. ആ അതിജീവന ശേഷിയിൽ ഇപ്പോൾ 80കളിലെ കാസ്റ്റ് അല്ലെങ്കിൽ 1800കളിലെ കാസ്റ്റ് ഇപ്പം അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതില്ല ഇപ്പം. 1980ലെ പ്രാക്ടീസസ് ഇപ്പം നമ്മൾ അന്വേഷിച്ചാൽ കാണിയല്ല. അപ്പം ഈ പെട്ടെന്ന് ഉത്തരത്തിലെത്തുന്ന ആൾക്കാർ പറയും
എവിടെ ജാതി? ഉം. ആ, പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു ജാതി, അതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. പക്ഷേ നിതിൻ രാജ്മാര് ആ നിതിൻ രാജ് കൊല്ലപ്പെടുന്നത് ജാതി കൊണ്ടല്ലെന്ന്. ലോണെടുത്തുകൊണ്ട് മരിച്ചല്ലേ. ഇതാണ് എൻ്റെ പുതിയ പുതിയ സ്റ്റോറി ഉണ്ടാക്കി, പുതിയ ഒരു യുക്തി ഉണ്ടാക്കിയാണ് അവർ ഈ കാസ്റ്റ് ഇല്ലായ്മ എന്ന് പറഞ്ഞ സംഭവം സ്ഥാപിക്കുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിൽ കാസ്റ്റ് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല, ജാതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ചർച്ച ചെയ്യുന്നത് ഈ പറഞ്ഞ ബഹിഷ്കൃത ജാതികൾ ഇങ്ങനെ കൂടിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നല്ലാതെ പൊതു വിദ്യാർത്ഥി സമൂഹത്തിൽ കാസ്റ്റ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ. പക്ഷെ അവർ ഇവരെ പുറന്തള്ളിക്കൊണ്ടിരിക്കും. അതൊരു കാസ്റ്റ് പ്രാക്ടീസ് ആണെന്ന് പോലും അവർക്ക് അറിയത്തുമില്ല. അങ്ങനെ ഒരു സോഷ്യൽ സയൻസും ഇല്ല, ഒരു അധ്യാപകന് നമ്മളോട് പറയുന്നില്ല, ഒരു ക്ലാസ് റൂമിൽ നമ്മളത് കേൾക്കുന്നില്ല. അൺടച്ചബിലിറ്റി പ്രാക്ടീസിനെ കുറിച്ച് ഒരു പാഠഭാഗം ഇല്ല. നമ്മളെ പക്ഷേ ഇതെല്ലാം അനുഭവിക്കുക. അപ്പൊ അന്നത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ്, ഞാനൊക്കെ പഠിക്കുന്ന 80കളിലാണ് കോളേജിലൊക്കെ ചെല്ലും. നാട്ടുപുറത്തൊക്കെ അന്ന് കാസ്റ്റ് പ്രാക്ടീസസ് കുറച്ച് ദുർബലമാണ് കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് കുറച്ച് സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നാട്ടിൻപുറത്തുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം ഇവരുടെ ഒരു ആവറേജ് ലൈഫ്, എല്ലാ വിഭാഗങ്ങൾക്കും ഒരു ആവറേജ് ലൈഫാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും കൂലിപ്പണി എടുക്കുന്നു, എല്ലാവരും പാടത്ത് പോകുന്നു, എല്ലാവരും കിളയ്ക്കാൻ പോകുന്നു, പോത്ത് തൊഴാൻ പോകുന്നു, എല്ലാവരും ചന്തയ്ക്ക് പോകുന്നു, സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഇത് പിന്നെ അവർക്ക് കാണുമ്പോൾ സംസാരിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. പാടത്തെ കാര്യങ്ങളുണ്ട്, അല്ലെ കൊയ്ത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അങ്ങനെ അവർക്ക് തമ്മിൽ പറയാനും അങ്ങനെ ഒരു ലോകം തന്നെ, ഒരു ജൈവ ലോകം അവർക്കുണ്ട് നാട്ടുപുറത്തെ ജീവിതത്തിന്. അപ്പോൾ ഞാനൊക്കെ ഈ നെൽകൃഷി ചെയ്യുന്ന പാടത്തിൻ്റെ പരമ്പരയിലായിരുന്നു ഞങ്ങളുടെ വീട്, ഞാൻ ജനിക്കുന്ന സമയത്ത്. അപ്പം എല്ലാ ജാതിയിലും പെട്ടവർ ആ പാടത്ത് പണിയാൻ വന്നിട്ടുണ്ട്. പൂണൂരിട്ടവർ മാത്രമേ ഞാൻ കാണാതുള്ളൂ. ബാക്കി നായന്മാരും സുറിയാനി ക്രിസ്ത്യാനികളും ഈഴവരും പുലയരും പറയരും ഒക്കെ അവിടെ വന്ന് പണിക്ക് വരും. അവരെല്ലാം ഒരുമിച്ച് നിന്നാണ് പണിയുന്നത്. വേറെ വേറെ ഒന്നും പണിയാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നവരെല്ലാം ഒരുമിച്ച് കയറിയിരുന്ന് വട്ടത്തിൽ ഇരുന്ന്, അത് മിക്കവാറും ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തായിരിക്കും, മുറ്റത്തായിരിക്കും. വീടിനകത്താണ് ഇവർ ചോറ് സുരക്ഷിതമായി വെച്ചിട്ട് പണിക്ക് പോകും. ഉച്ചയാകുമ്പോൾ കയറി വന്നിട്ട് അത് എടുത്തിട്ടാണ് കഴിക്കുക. ഞാനൊന്ന് വളരെ കുഞ്ഞാണ്, 5-6 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഇവരുടെ ഇവിടെയൊക്കെ നടക്കും. ഈ മത്തിക്കറിയുടെ ചെറിയൊരു പീസ് നമുക്ക് തരും. അതാരാ തരുന്നു പറയാം, അതാരും തരും നമുക്ക്. അത് നമ്മളത് വലിയ വിശിഷ്ട പൂജ്യം പോലെ അത് കഴിച്ചവർ ഇടയ്ക്കൂടി ഇങ്ങനെ നടക്കും. അപ്പൊ അന്ന് പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, അന്ന് കാസ്റ്റൊക്കെ ഉണ്ട്, ജാതിയൊക്കെ ഉണ്ട്, ജാതിയൊന്നും പോയതല്ല. പക്ഷെ അവർക്കിടയിലെ പ്രാക്ടീസ് കുറച്ച് ദുർബലമായിരുന്നു. എന്ന് പറഞ്ഞത് കാസ്റ്റെല്ലാം കൂടി ഒരുമിച്ച് എന്നൊരു വർഗ എന്നുള്ള വർഷത്തൊഴിലാളി ഈ സംഘടനയുടെ ബുദ്ധിയല്ല ഞാൻ പറയുന്നത് കേട്ടോ. അതല്ല പറയുന്നത്, ദുർബലമായിരുന്നു. കാരണം അത് ഒരു കോമൺ സ്പേസിലാണ് ഇവരെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പണിയെടുക്കുക എന്ന് പറയുന്നത് ഒരു കോമൺ സ്പേസിലാണ് ഇവരെല്ലാം പണിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിൻപുറത്ത് അങ്ങനെ കാസ്റ്റ് എന്ന് പറയുന്നതൊന്നും അങ്ങനെ വ്യക്തിപരമായി എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. കാരണം എല്ലാ ജാതിക്കാരുമായിട്ട് നമുക്ക് സൗഹൃദം, എല്ലാ ജാതിക്കാരും നമ്മുടെ വീട്ടിൽ വരുന്നു പോകുന്നു, അവരുടെ വീട്ടിൽ നമ്മൾ പോകുന്നു വരുന്നു. അപ്പം എനിക്കൊരു 7 വയസ്സൊക്കെ ഉള്ള സമയത്ത്, 7 വയസ്സിൽ ഒരു 10 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ വീട് മാറുന്നു. വേറൊരു പറമ്പിലേക്ക് വീട് മാറ്റി വരുന്നു. അവിടെ 2 വീടുകൾ. അപ്പോൾ തൊട്ട് ഒരു തോടിൻ്റെ അക്കരെ, അത് അവർ കാനായ കത്തോലിക്കരാണ്, ഞങ്ങൾ പുലയരാ. അപ്പോൾ ഈ തോടൊന്ന് നീന്തി ഞാൻ അക്കരയ്ക്ക് ചെല്ലും. ഞാനാണ് വീട്ടിലെ ഇളയത്. അക്കരയ്ക്ക് അവിടെ ഇഷ്ടം പോലെ കുട്ടികളുണ്ടായിരുന്നു. എൻ്റെ പ്രായം അതിൻ്റെ താഴെയുള്ള കുട്ടികൾ 3-4 പേര്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് കളിക്കുകയും, ഞാൻ ആ വീട്ടിൽ ചെന്നാൽ മേരി ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്, അവിടുത്തെ അമ്മയെ. മേരി ചേച്ചി നമുക്ക് ഭക്ഷണം തരികയും ആ പിള്ളേരൊക്കെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു തടസ്സവുമില്ലാതെ അവർ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത്, പള്ളിയിലെ ഈ
ക്രിസ്തുമസ് ആഘോഷത്തിനൊക്കെ പോകുമ്പോൾ എന്നെ കൊണ്ടുപോയി. ഉം, ഉം, അവരുടെ ബന്ധുക്കളൊക്കെ പള്ളിയുടെ അടുത്തൊക്കെ താമസിക്കുന്നുണ്ട്. അവരുടെ വീടുകളിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കുകയും ഈ പിള്ളേരോടൊപ്പം ഞാൻ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉം, അപ്പൊ അന്നൊന്നും നമുക്കത് ഇങ്ങനൊരു ഒരു സംഭവമായിട്ട് തോന്നും. ഒരു സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കാസ്റ്റ് നമ്മളെ പിടികൂടാതെ ഉം, അധ്യാപകരാ ജാതിയെക്കുറിച്ച് നമ്മളെ ഉം, ഉം, വിവേചനത്തിൽ ഒരു പുറന്തള്ളൽ അവസ്ഥ ഞാൻ അനുഭവിക്കുന്ന സ്കൂളിനകത്താണ്. ഉം. നമ്മൾ പഠിക്കാൻ വരുന്നവരല്ല, സ്റ്റൈപ്പിന് മേടിക്കാൻ വരുന്നവരാണെന്നുള്ള ഒരു വാദം. ഭക്ഷണം കഴിക്കാനും stipend അതെ അതെ, ഭക്ഷണം കഴിക്കാനും stipend. സ്റ്റൈപ്പിന് മേടിക്കാനും വരുന്നവരാണ്, അത് പഠിക്കാൻ വരുന്നവരല്ല എന്നുള്ളൊരു സാധനം. പിന്നെ പഠനം തന്നെ നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം ഇങ്ങ് മാറുകയാണ്. ഉം, ഉം, കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹോസ്റ്റലിലൊക്കെ ഉം, ഈ പട്ടികജാതി വിദ്യാർത്ഥികളെ, ദളിത് വിദ്യാർത്ഥികളെ ഒരു റൂമിലൊക്കെ ഇങ്ങ് താമസിപ്പിക്കും. ഉം. 1 2 മുറിയിലൊക്കെ. ഒരു റൂമിൽ 4 പേരാ. അപ്പൊ 8 പേര് 10 പേര് ഒക്കെ 3 4 മുറികളിലായിട്ട് ഇവര് മാത്രം. ഇങ്ങനെ ജാതി കോളനി ഹോസ്റ്റലുണ്ടായിരുന്നു. ഉം. പള്ളിയിലച്ചന്മാരാ അതിന്റെ ആൾക്കാരെന്ന് ഓർക്കണം. അപ്പൊ മറ്റവർക്ക് ഇഷ്ടമല്ലെന്ന്. ഉം, ഉം, മറ്റേ SP കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഒരു വലിയ പൈസയുള്ള വീട്ടിൽ നിന്ന് സുറിയാനി പിള്ളേരാ. അവർക്ക് നമ്മളൊന്നും കൂടെ താമസിക്കുന്നവർക്ക് ഇഷ്ടമില്ല. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മളെ പ്രത്യേകം താമസിപ്പിക്കും. നമ്മൾ പ്രത്യേകം താമസിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് റൂംമേറ്റ്സ് എന്നൊരു അടുപ്പമുണ്ടല്ലോ. ഉം, ഇപ്പോൾ കോളേജിൽ നമ്മൾ ഒരുമിച്ച് പോകുന്നു, ഉം. സിനിമ കാണാൻ ഒരുമിച്ച് പോകുന്നു, പിന്നെ 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 ആവുമ്പോൾ ഇതൊരു ഗാങ്ങായി അങ്ങ് മാറുക. ഉം, ഉം. അപ്പോൾ അവർക്കൊക്കെ വലിയ പുച്ഛ അണ്ടച്ചോൾ അയ്യങ്കാളി എന്നൊക്കെ ഞങ്ങളെ ഉം. കളിയാക്കി വിളിച്ചിരുന്നത് അയ്യങ്കാളി എന്നാണ്. ഉം, ഉം, അയ്യങ്കാളി, അവൻ അയ്യങ്കാളി എന്നൊക്കെ പറഞ്ഞാൽ അവൻ അണ്ടച്ചോളാണ് അതിൻ്റെ അർത്ഥം. ഉം. അപ്പൊ അങ്ങനെ വളരെ വിസിബിൾ ആയിരുന്നു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. കുറെ സംഘടനകളൊക്കെ ഈ ദളിത് വിദ്യാർത്ഥി സംഘടനകളൊക്കെ വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഉം, ഇത് വളരെ വിസിബിളാണ്. ഉം, ഉം, ഇപ്പോഴത്തെ കാസ്റ്റ് അങ്ങനല്ല വർക്ക് ചെയ്യുന്നത്. ഉം, ഉം. ഇപ്പോൾ കോളേജിലൊക്കെ ആണെങ്കിലും അങ്ങനെ ഗാങ്ങിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഉം, ഉം. പട്ടികക്കാർ മാത്രമുള്ള അങ്ങനെ കാണാൻ പറ്റില്ല. യൂത്ത് വേറൊരു കൾച്ചറിലാണ് കാര്യം വളരുന്നത്. അത് അവൻ്റെ എൻഗേജ്മെന്റിലാണ് അവനൊരു ഉം. കമ്മ്യൂണിറ്റി അതിനകത്ത് നിർമ്മിക്കുന്നത്. ഉം. വെള്ളം അടിക്കുന്നവർ ഒരു ഗ്രൂപ്പ്, ഉം. മറ്റേ രാസലഹരി ഉപയോഗിക്കുന്നവർ വേറൊരു ഗ്രൂപ്പ്, ഇതൊന്നും ചെയ്യാത്തവർ വേറൊരു ഗ്രൂപ്പ്, എഴുതുന്നവരും വായിക്കാനും പഠിക്കാനും ഒക്കെ ചർച്ചയൊക്കെ ചെയ്യാൻ താല്പര്യം വേറൊരു ഗ്രൂപ്പ്. എങ്ങനെയൊക്കെയുള്ള വിഭജനം അല്ലാതെ അതിനകത്ത് കാസ്റ്റ് അത്ര വിസിബിൾ അല്ല. അതുകൊണ്ടാണ് യൂത്ത് എപ്പോഴും പറഞ്ഞത് കാസ്റ്റിനെ കുറിച്ച് ഞങ്ങൾ അത്ര ബോധേഡ് അല്ല എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽ ഗ്രൗണ്ട് ഉണ്ട് അവർക്ക്. അവർ വെറുതെ നമ്മളോട് നുണ പറയുന്നതല്ല. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം, എൻ്റെ മോള് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മൂത്താള് അവൾക്ക് സ്റ്റൈപ്പൻഡ് വന്നു. കോളേജ് പഠിക്കുമ്പോൾ ഇവർക്ക് ഒരു അക്കൗണ്ടിലേക്കൊക്കെയാണ് പൈസ വന്നത്. അപ്പം അത്യാവശ്യം പൈസ ഒരു വരുമാനമുള്ള ഒരാളെന്ന നിലയിൽ ആ പൈസ നമ്മൾ ക്ലെയിം ചെയ്യാറില്ല, അത് അവർ തന്നെ എടുക്കുന്നു ചെയ്യുന്നു എന്നുള്ള ഓരോരോ. അവർക്ക് അന്നേരം അത്യാവശ്യമുള്ള പുസ്തകമൊക്കെ വാങ്ങിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിൻ്റെ കണക്ക് നമ്മളങ്ങനെ നോക്കാറില്ല. ഇവിടെ പൈസ മേടിക്കാൻ പോവോ, പൈസ എടുക്കാൻ പോവോ ബാങ്കിൽ. അപ്പോൾ ഇവിടെ കൂടെ ഉള്ള 2 സുഹൃത്തുക്കളാണ്. ഇവർ 2 പേരും നോൺ സ്റ്റൈപ്പൻഡറി വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവിടെ ബാങ്കിൽ ചെന്ന് പൈസ എടുത്ത് തിരിച്ചു വരുവാണ്. തിരിച്ചു വരുമ്പോൾ ഒരാൾ ചോദിച്ചത്രേ ഉള്ളത്, നിന്റെ ബാങ്കിൽ എപ്പോഴും പൈസ ഉണ്ടോ? അപ്പം ആ കുട്ടി ധരിക്കുന്നത് അവളുടെ അച്ഛൻ ജോലിക്കാരനായതുകൊണ്ട് മകൾക്ക് ബാങ്കിൽ പൈസ ഇട്ട് കൊടുക്കുന്നതാണ് ആള് ധരിക്കുന്നത്. അന്നേരം എൻ്റെ മോള് പറയുന്നത് അങ്ങനെ ഞങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നവരാ, അപ്പോൾ ഇത്ര രൂപ വെച്ച് മാസം എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. ചില മാസം വരികയല്ല, 2 മാസം കൂടുമ്പോൾ വരും എന്നിവിടെ പറയുന്നു. പിന്നെ ഈ കുട്ടി പറഞ്ഞു എന്ന് ഇവിടെ എന്നോട് പറഞ്ഞൊരു കഥയും. അത് പറ്റത്തില്ല, അത് എനിക്കും വേണം സ്റ്റൈപ്പൻഡ്, നിങ്ങൾക്ക് മാത്രമേ സ്റ്റൈപ്പൻഡ് കിട്ടിയാൽ ശരിയാക്കുന്നത് എന്നിങ്ങനെ ഒരു സംഭാഷണം. അത് ഞാൻ സമ്മതിക്കല്ലേ, എനിക്കും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കുട്ടികളുടെ ഒരു സ്നേഹ സംഭാഷണത്തിനകത്താണ് ഈ വരുന്നത്. ഞാൻ പറയുന്നത് ഇവർക്ക് അതൊരു വലിയൊരു അതിക്രമമായിട്ട് തോന്നുകയോ സ്റ്റൈപ്പൻഡ് എടുക്കാൻ പോകുന്നത് ഒരു സംഭവമായിട്ട് തോന്നുന്നു ഒന്നും ചെയ്യുന്നില്ല. സാധാരണ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകണം. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആൾക്കാർ ഒളിച്ചുപോയി സ്റ്റൈപ്പൻഡ് മേടിക്കുമായിരുന്നു, കാരണം ആരും അറിയരുത് താല്പര്യത്തിലൊക്കെ. അപ്പൊ ഇപ്പോ കുറച്ചും കൂടിയൊക്കെ ക്ലാസ്സുകളിലൊക്കെ അനൗൺസ് ചെയ്തിട്ട്
ശരിക്കും ഇത്തിരി ആ ഒരു രീതിയിൽ തന്നെയാണ് അധ്യാപകർ കൊടുക്കും ചെയ്തിരുന്നത്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയൊക്കെ അതെ. വളരെ ഒരു അപമാനിക്കുന്ന രീതിയിൽ അത് ചെയ്തിരുന്നു. ഇതിൽ വന്നൊരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഏതാണ്ട് മുഴുവൻ സമയവും ഈ ഡിസ്ക്രിമിനേഷൻ്റെ ഏതെങ്കിലും രൂപങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ പുതിയ തലമുറയിൽ നിർണായകമായ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഇത് പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇത് സ്ലീപ്പിംഗ് ഫാക്ടറായിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ. എപ്പോഴും അത് ആവശ്യമില്ല. ആവശ്യമുള്ള സമയത്ത് ഇത് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് പഴയ രൂപത്തിലുള്ള ജാതിയെ എപ്പോഴും വിവേചനം അനുഭവിക്കുന്ന ഒരാളെ ഇപ്പോൾ തപ്പി നടന്നാൽ കിട്ടത്തില്ല. നിർണായക സമയത്ത് ഒഴിവാക്കപ്പെട്ട ഒരാളെ അന്വേഷിച്ച് ഒത്തിരി പേരെ കാണാൻ പറ്റും. അതിപ്പം യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരുപാട് പേര് ശേഷിയുള്ള കുട്ടികൾ ഒരുപാട് പുറന്തള്ളപ്പെടുന്നുണ്ടല്ലോ. അധ്യാപകർ ശരിക്കും അധ്യാപന നിയമനത്തിലൊക്കെ, യൂണിവേഴ്സിറ്റി അധ്യാപന നിയമനത്തിലൊക്കെ കൊടുക്കുന്നില്ല. SC/ST കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുകയാണ്. അത് പിന്നെ നമ്മുടെ ഈ സ്ഥാപനങ്ങൾ തന്നെ സ്ട്രക്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ വിഭാഗത്തിലെ വളരെ സാധാരണക്കാരായ ഒരു കുട്ടിക്ക് അതിജീവിക്കാൻ പറ്റിയല്ല അതിനകത്ത്. അതുപോലെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ ബാക്കിയുള്ള കുട്ടികളുടെ ഒരു ഇടപാടുകളും കാര്യങ്ങളും ഇവനൊരിക്കലും എത്തിച്ചേരാൻ കഴിയാത്തൊരു സ്ഥിതി. അതിലേക്ക് എത്തിച്ചേരാൻ കുട്ടികളാണല്ലോ, അതുകൊണ്ട് എത്തിച്ചേരാൻ ആഗ്രഹിക്കും, നടക്കില്ല. കൂടെ അധ്യാപകരുടെ അവഗണന. ഇവനവിടെ ചെന്നിട്ട് PhD ഒക്കെ ചെയ്യാൻ ചെല്ലുന്ന കുട്ടികൾ ഒരു വർഷമൊക്കെ കാത്തിരുന്നതിന് ശേഷമാണ് ഒരു അധ്യാപകൻ ഗൈഡായിട്ട് കിട്ടുന്നത്. അതൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രശ്നം. അപ്പം ഞാൻ ഒരുപക്ഷെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മറികടക്കാൻ പറ്റും. അതും എൻ്റെ ഒരു അനുഭവമാണ്. പ്രീ-ഡിഗ്രിക്കാണ് SB കോളേജിൽ പഠിച്ചത്. അത് ഞാൻ ഭയങ്കര ഉഴപ്പനായൊരു സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഇംഗ്ലീഷ് മീഡിയം, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു. അവിടെ ചിലപ്പോൾ മൊത്തം ഇംഗ്ലീഷാണ്, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാനുള്ള ഞാൻ ശ്രമിച്ചുമില്ല. പിന്നെ പ്രീ-ഡിഗ്രി ഒരു പരീക്ഷയ്ക്ക് എഴുതി ജയിച്ച് ആ സമയത്ത് വായനയൊക്കെ തുടങ്ങി. നമുക്ക് വിപ്ലവമൊക്കെ നടക്കുമെന്നൊരു ചെറിയ തോന്നലൊക്കെ നമുക്ക് തോന്നുക. അപ്പോൾ കെ വേണുവൊക്കെയാണല്ലോ നേതാക്കൾ. വേണുവിനൊക്കെ എനിക്ക് വലിയ സ്നേഹവും വലിയ ബഹുമാനം തോന്നിയിരുന്നു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. ചെറുപ്പത്തിൽ പുള്ളിയെ പോലെ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഇവിടെ അങ്ങനെ സംഭവം ഒരു ഫാസിസ്റ്റ് ലൈനാണെങ്കിലും വൈജ്ഞാനികമായി പഴുതടച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ആദ്യകാലത്തെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? അസാധ്യമാണ്. അത് ആകർഷകമായ ഒരു ശൈലി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം വളരെ ഇമ്പമുള്ള. അത് ഈ പ്രസംഗത്തിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം ശബ്ദം. അത് നമ്മുടെ ചെവിക്ക് സുഖപ്രദം അല്ലെങ്കിൽ നമുക്ക് പറയുന്ന കാര്യമൊന്നും കേട്ടിരിക്കാൻ പറ്റില്ല. KVയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അയാളുടെ ശബ്ദത്തിനും അതിൻ്റെ ഒരു മോഡുലേഷൻ ഉണ്ടായിരുന്നു. പറയുന്നതിൽ എപ്പോഴും ഉള്ളടക്കം ഉണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പറയുന്നതിനോട് സിൻസിയറുമാണ്. അതെ 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 സിൻസിയറാണ്. അത് മാറ്റങ്ങൾ വരുന്ന സമയത്ത് അത് ഓപ്പണായിട്ട് പറയാൻ തയ്യാറാവുന്നത് വലിയ കാര്യമാണ്. പറയുന്ന കാര്യത്തിന് പുള്ളി നീതി പുലർത്തുന്നുണ്ട്. ആ ഒരു സ്നേഹം എനിക്കിപ്പോഴും അങ്ങനെ ഒരു ബന്ധവും ആ മനുഷ്യനോട് ഞാൻ സൂക്ഷിക്കാറുണ്ട്. പുള്ളിയുടെ ഞാനൊരിക്കലും നക്സലൈറ്റ് ആയിരുന്നില്ല. പക്ഷെ എനിക്കത് അതേ പുതിയൊരു ദക്ഷിണാശാലി എന്നൊക്കെ 80-ൽ നമ്മളെ പ്രചോദിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ബാക്കി ഉള്ള ആൾക്കാരുടെ മൂവ്മെന്റിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ നല്ലൊരു സ്റ്റുഡൻ്റാണ്. നല്ല സ്റ്റുഡൻ്റാണ് എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരു അംഗീകാരം തേടി വരും. നമുക്ക് ഇതിൽ നിന്ന് കുറച്ചൊരു അയവ് കിട്ടും, നമ്മളോടുള്ള പെരുമാറ്റത്തിലൊരു അയവ് കിട്ടും. അപ്പോൾ അവർ അപ്പോൾ പറയുന്നൊരു സാധനം, ഒരു കസ്റ്റീസ്റ്റ് ആയിട്ടൊരു സാധനമുണ്ട്, നിന്നെ ഞങ്ങൾ അവരുടെ കൂടെ കൂട്ടിയിട്ടില്ലെന്നാണ്. എന്നാൽ അവരുടെ കൂടെ ഇവനും കൂടി ഉണ്ടായി വന്നതല്ല, അവരുടെ കൂടെ നന്നായി പഠിക്കുന്ന ഒരാൾ വന്നു എന്നല്ല, നിന്നെ ഞങ്ങളിങ്ങനെ എടുക്കുക എന്നുള്ള നിലക്ക ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ
ഇപ്പം അന്നത്തെ കാസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ വിസിബിളാണ്, ഫുൾ ടൈമാണ്. ഇപ്പോഴത്തേത് പക്ഷേ അങ്ങനല്ല, നിർണായകമായ സമയത്ത് മാത്രമാണ് അത് പ്രവൃത്തി ചെയ്തത്. അതിന് ഒത്തിരി മറകൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒത്തിരി മറകൾ. അവൻ യോഗ്യനല്ല, അവൻ്റെ എഴുത്ത് ശരിയല്ല, അവൻ്റെ തീസിസ് ശരിയല്ല. ഇവിടെ ഈ തീസിസൊക്കെ സമർപ്പിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചു, അവർ സങ്കടങ്ങൾ പറയാറുണ്ട്. അധ്യാപകൻ സമ്മതിക്കുന്നില്ല, മനസ്സിലായില്ലേ? എന്നെ എഴുതി കൊടുത്താൽ സമ്മതിക്കത്തില്ല. അവർ റിട്ടയർ ചെയ്തൊരു അധ്യാപകനെ കണ്ടു, ഇത് വളരെ ബെസ്റ്റ് സംഭവമാണെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ട് വളരെ ആത്മവിശ്വാസത്തോടെ കൊണ്ടുവന്ന് കാണിക്കുമ്പം അയാളിങ്ങനെ മറക്കി നോക്കിയിട്ട് ഇതൊന്നും ശരിയല്ല, ഇത് മാറ്റി എഴുതുന്നൊക്കെ പറയും. ഈ കഷ്ടപ്പെടുത്തുക ഒരു 1.5 വർഷം ഒക്കെ എടുക്കുക ഇതൊന്ന് അവൻ്റെ ഒപ്പൊന്ന് മേടിച്ചെടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ വളരെ. എന്നാൽ അവിടെ അവൻ്റെ വിഭാഗത്തിൽപ്പെട്ട പിള്ളേരൊക്കെ വരുമ്പോൾ എല്ലാ പ്രൊമോഷൻ കൊടുത്താൽ കൂടെ നിർത്തുക. അവിടെ സെമിനാറൊക്കെ വരും, പേപ്പർ അവതരിപ്പിക്കുന്നു. വേറെ എവിടെയെങ്കിലും സെമിനാർ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങോട്ട് ഈ കുട്ടി പറഞ്ഞു വിടുന്നു. ഈ പറഞ്ഞ ഈ ദളിത് കുട്ടികൾക്ക് ഇതൊന്നുമില്ല, പക്ഷെ അവിടെ നല്ല സ്റ്റുഡൻ്റ് ആയിരിക്കും, പക്ഷെ ഒരു പ്രയോജനമില്ല. അങ്ങനെയാണ് ഇപ്പോൾ കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എപ്പോഴും ഇല്ല, നിർണായക സമയത്താണ്. കാരണം എപ്പോഴും ഈ കച്ചവടം നടത്തുന്നത് അത്ര ലാഭകരമല്ല എന്ന് അവർക്ക് അറിയാം. അപ്പം നമ്മൾ ക്വയറ്റ് ലിബറലായി നിൽക്കുക, നിർണായക സമയത്ത് കഴുത്തിൽ പിടിക്കുക എന്നുള്ള ലൈനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇതിൻ്റെ മരണം അതുപോലെ ഉള്ള സംഭവത്തില്ല. നമ്മളിപ്പോൾ അങ്ങനെയുള്ള വാർത്തകളാണല്ലോ കേൾക്കുന്നത്. എന്തായാലും ഒരു പുതിയ പിന്നെ അംബേദ്കറേറ്റ് പൊളിറ്റിക്സിന് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സാധ്യതയും ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. അംബേദ്കറേറ്റ് പൊളിറ്റിക്സേ ഏറ്റവും ശക്തമായി വന്ന ഒരു സമയം, അല്ലെങ്കിൽ അതിന് ഏറ്റവും ഊർജം കിട്ടിയ ഒരു സമയം. അംബേദ്കറിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫി ഡിസ്കഷനിലേക്ക് വരുന്നൊരു സമയമായിരുന്നു. അതാണ് അതിന്റെ പ്രാധാന്യം. അംബേദ്കർ ചിന്തകൾ പല രൂപത്തിൽ ഇവിടെ പ്രചരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു രാഷ്ട്രീയ സിദ്ധാന്തം എന്ന നിലയിൽ ഇതിനൊരു മേൽക്കൈ നേടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം രൂപപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ മൂവ്മെന്റ് അങ്ങനെ അത്തരം ആലോചനകൾ നടക്കുന്നുണ്ടോ? ഇപ്പൊ ഈ ഒരു സന്ദർഭം അങ്ങനെ ആണല്ലോ ശരിക്കും. കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ള ഇതിന് മുമ്പ് തന്നെ ഇപ്പൊ താങ്കളുടെ പിന്നെ എന്താ പറയാ സ്ഥാനാർത്ഥിത്വം, അതുപോലെ ജാനു സ്ഥാനാർത്ഥിത്വം, അത്തരം കുറെ അംബിജേഷൻ സാറിന്റെ സ്ഥാനാർത്ഥിത്വം, അപ്പൊ അങ്ങനെയുള്ള കുറെ ചർച്ചകൾ വന്നൊരു സാഹചര്യം കൂടിയാണ്. എങ്ങനെയാണ് ഇപ്പൊ ഒരു പുതിയ മൂവ്മെന്റിനുള്ള സാധ്യത ഉണ്ടോ കേരളത്തിൽ? അപ്പൊ അത് ഞാനതിനൊരു സോഷ്യോളജിക്കൽ അനാലിസിസിലേ മനസ്സിലാക്കുന്നുള്ളൂ. എൻ്റെ സ്ഥാനാർത്ഥിത്വം അടക്കം ഞാനങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാകണം, ജയിക്കണം അങ്ങനെ ഒരു താല്പര്യത്തിലല്ല എൻ്റെ ഒരു എൻഗേജ്മെൻ്റ് ആണെന്ന്. 50 വർഷമായിട്ട് ദളിതർക്ക് മുന്നിൽ തുറക്കാത്തൊരു വാതിൽ തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറാൻ തയ്യാറാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് മെറ്റഫറിക്കലി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പക്ഷേ കേരളത്തിൽ വലിയ ചർച്ചയായി. സ്ഥാനാർത്ഥിത്വം മെറ്റീരിയലൈസ് ചെയ്തില്ലെങ്കിലും ആ പ്രഖ്യാപനം തന്നെ വലിയൊരു ചർച്ചയ്ക്കും വലിയ പിന്തുണയ്ക്കും വിമർശനത്തിനും കാരണമായി. അതൊരു ഹിസ്റ്റോറിക്കലായൊരു ഇവൻ്റായി മാറി. അതായത് നാളിതുവരെയുള്ള 57 മുതലുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു സംഭാഷണമാണ് അന്ന് രൂപപ്പെട്ടത്. ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്തൊരു ദളിതനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ UDF തീരുമാനിച്ചു. ഇത് ആ സന്ദർഭമാണ് ചർച്ചയ്ക്ക് കാരണമായി തീർന്നത്. അപ്പോൾ എതിർത്തവരും അനുകൂലിച്ചുമൊക്കെ വലിയ ചർച്ച, വലിയ പിന്തുണ, നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളൊക്കെ വലിയ പിന്തുണയാണ് അതായത് സ്ഥാനാർത്ഥിത്വത്തിന് കിട്ടിയത്. ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പണം കൊണ്ടും ഒക്കെ പൈസയൊക്കെ തരാനുള്ള ഓഫർ വരും. ഞാനൊക്കെ തന്നെ തലക്കറങ്ങി പോയിട്ടുണ്ട്. ഇത്രയും പൈസയൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചത്. അതുപോലെ പണം തരാമെന്ന് നമ്മുടെ സുഹൃത്തുക്കളാണ് കേട്ടോ. നമുക്ക് കുറച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളും ഒക്കെ ഉള്ളത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണെന്ന് പറഞ്ഞത്. പക്ഷെ അവരെല്ലാം സന്നദ്ധമായിരുന്നു. കാരണം അതൊരു മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവരെ പ്രചോദിപ്പിച്ചൊരു കാര്യം. അപ്പം അതിന് കിട്ടിയ വിസിബിലിറ്റിയും അതിന് കിട്ടിയ പിന്തുണയും മെറ്റീരിയലി അതിന് കിട്ടിയ സാമ്പത്തിക പിന്തുണ, ഇത്ര ലക്ഷം രൂപ നിങ്ങൾ ഇതിനു വേണ്ടി തരും എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് നമ്മളോട് പറയാം. നമുക്ക് ദീർഘകാല ബന്ധമുള്ളവരായി പറയുന്നതല്ല, അത് പെട്ടെന്ന് കയറി പറയുന്നതല്ല.
അപ്പം നമ്മളത്ര ഡിസിഷൻ എടുത്താൽ കൂടെ നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടായി. അതോടൊപ്പം തന്നെ സി കെ ജാനുവിനെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ഒരു സംഭവം UDF എടുക്കുന്നു. അതിനും കാര്യമായ വാർത്ത കിട്ടിയായിരുന്നു. അപ്പം അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാളിതുവരെ ചർച്ച ചെയ്യാത്ത ഒരു കാര്യത്തെ ദളിതരുടെയും ആദിവാസികളുടെയും ഇൻഡിപെൻഡന്റ് മൂവ്മെന്റുകളെ പ്രതിനിധാനം ചെയ്യുന്നവരെ സാമൂഹിക രാഷ്ട്രീയമായി ഉൾക്കൊള്ളാൻ UDF തയ്യാറാകുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ പൊളിറ്റിക്സ്. അത് എടുക്കാൻ കോൺഗ്രസിനെ കൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് ഈ 2 സ്ഥാനാർത്ഥിത്വം അവർ നിഷേധിച്ചു. ഓക്കെ, അപ്പം അത് ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ ഇനി കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയത്തിന് ദളിതരെ ദളിതരെ അവഗണിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് ഈ സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ പോലും ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ചോദ്യം ആൾക്കാർ ചോദിച്ചു തുടങ്ങും. എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യം വരും. രണ്ടാമത് അതിനെ തുടർന്നിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഹർത്താൽ നടക്കുന്നത്. ഈ ഹർത്താലിന് കിട്ടിയ വ്യാപകമായൊരു പിന്തുണയും ഐക്യവും യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു സൂചന അതിനകത്ത് കിടക്കുന്നു. രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാൻ പാകപ്പെട്ടൊരു സമുദായമാണിത് എന്നതിൻ്റെ വ്യക്തമായ സൂചന ഈ ഹർത്താൽ തരുന്നുണ്ട്. അവിടെ ആ മൂവ്മെന്റിന് അപ്പടി രാഷ്ട്രീയമാക്കാൻ പറ്റില്ല. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. മുഖ്യധാര കക്ഷികൾ ഞങ്ങളുടെ ജീവിതത്തെ അനാഥമായി എടുത്തു കളഞ്ഞാൽ അത് വകവെച്ച് തരാൻ തയ്യാറല്ല എന്ന് പറയുന്നിടത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. ഇനിയിപ്പോൾ അവരോട് നമുക്ക് രാഷ്ട്രീയമായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, മുഖ്യധാരയായിട്ട്. അതല്ലാതുള്ള സംഭാഷണത്തിൽ കാര്യം. ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, ടു എൻ്റർ ഇൻ ടു പൊളിറ്റിക്സ് മീൻസ് ഫോർമേഷൻ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. ടു എൻ്റർ ഇൻ ടു പൊളിറ്റിക്സ് മീൻസ് ഫോർമേഷൻ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. അതിൽ കുറഞ്ഞൊന്നും ചെയ്യാൻ പറ്റിയെന്ന് ചുരുക്കം. അപ്പോൾ വലിയ എന്താ പറയാ, ശക്തമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലുള്ള ഒരു ഇടപെടലിനുള്ള ഒരു അവസരം താങ്കളുടെ. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ അത് അസാധ്യമായ കാര്യമൊന്നുമല്ല. അതിന് ഒത്തിരി സമയത്തിന്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ് പൊളിറ്റിക്സ്. ജനം അതിന് തയ്യാറാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ലീഡർഷിപ്പ് കാലത്ത് രൂപപ്പെട്ട് വന്നാൽ വളരെ ഈസി ആയിട്ട് ഇതിനെയൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റും, ഒരു സംശയം ഉണ്ടാക്കാൻ. അതിൻ്റെ ഒരു ഗുണം, വേറൊരു ഗുണമെന്ന് പറയുന്നത് അതുകൂടിയാണ്. അതിൻ്റെ ഒരു ഈ സംഘപരിവാർ ശക്തികൾ എന്തുകൊണ്ടായിരിക്കാം എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തുകൊണ്ട് കേരളം മുഴുവനും തെറിയഭിഷേകം കൊണ്ട് നിറച്ചത് എന്തുകൊണ്ടായിരിക്കും? അതിനൊരു കാരണമുണ്ട്. യഥാർത്ഥത്തിൽ സംഘപരിവാർ ഭയപ്പെടുന്നത് അമ്പക്കറേറ്റ് രാഷ്ട്രീയത്തെയാണ്. വേറെ എന്തിനാ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അവരുടെ അടിത്തറ മാന്തുന്ന ഒരു ശക്തി അംബേദ്കറാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് തർക്കമൊന്നുമില്ല. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അംബേദ്കറെ വേഷം കിട്ടിച്ച് അവർ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അവർ അംബേദ്കർ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുന്നുണ്ട്. അംബേദ്കറിൻ്റെ ഒക്കെ ജീനിയോളജിയിൽപ്പെട്ട ഒരു യുവ ഗവേഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യുവാക്കളുടെ വലിയൊരു മാർച്ച് RSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. ഇപ്പോൾ 2-3 സാധനങ്ങളായിട്ട് ചേരുന്നത്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ RSS കാര്യാലയം അടച്ചിട്ടേക്കോ, 10,000-കണക്കിന് ചെറുപ്പക്കാരെ മാർച്ച് ചെയ്യുന്നു. പോലീസ് ഫ്രണ്ടിലുണ്ട്, അത് അടച്ചിട്ടേക്കുക, കാര്യാലയം അടച്ചിട്ടേക്കുക. നാഗ്പൂരിലെ സംഭവം അല്ലേ? ഇപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അവരെ ഏൽപ്പിക്കാൻ വന്നതാന്ന് പറഞ്ഞ് വന്നവർ RSSന്റെ നേതാവിനെ ഏൽപ്പിക്കാൻ വന്നതാണ്. അയാളെ വിളിച്ചാൽ മതി, കൊടുത്തിട്ട് പൊക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ സാധനം ഏൽപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നാൽ മതി, ഞാൻ കൊടുത്തേക്കാന്ന് ആയി പോലീസിന്റെ മേധാവി ആദ്യം ഒരു കവറും കൊടുത്ത. ഈ കവറിനകത്ത് ഇന്ത്യയിലൊരു സംഘടന പ്രവർത്തിക്കണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നൊരു നിയമമുണ്ട്. പെർമനൻ്റ് ആയിട്ട് ഒരു സംഘടന പ്രവർത്തിച്ചാൽ
അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. RSS രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ ഫോം അവർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറയണം. ഒരു കാര്യം. രണ്ടാമത് ഒരു ഭരണഘടനയുടെ കോപ്പി കൊടുത്തത്. ഈ ഇന്ത്യ രാജ്യം നിൽക്കുന്നത് ഈ ഭരണഘടനയുടെ ബലത്തിലാണ്. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന നിയമം. ഇതൊന്നും ഇവർ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇതും കൂടി അവർക്കൊന്ന് കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് പരസ്യമായി അപമാനിച്ചിട്ടാണ് ഈ കഴിഞ്ഞൊരു 3 മാസം മുമ്പ് ഒരു മൂവ്മെൻ്റാണ്. ഇവർ ആ മൂവ്മെൻറ്റിൽ പങ്കെടുത്ത ഒരാളെയും തല്ലിയില്ലല്ലോ. RSSകാർ ഭയങ്കര തല്ലുകാരാന്നല്ലേ പറയുന്നത്. എന്നാ നല്ലതായിരുന്നു നല്ല പറഞ്ഞില്ല. തല്ലിയാൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാലത്തുണ്ടായ പിളർപ്പായിരിക്കില്ല, അതിനേക്കാൾ സ്റ്റാറ്റിക് ആയൊരു പിളർപ്പായിരിക്കും ഉണ്ടാകാൻ പോണേ. അതവർക്കറിയാം. അതുകൊണ്ട് തന്നെ അമ്പക്രൈറ്റ് പൊളിറ്റിക്സിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരാൾ സഭയിൽ വരാൻ പാടില്ല എന്നത് അവർക്ക് നിർബന്ധമാണ്. കാരണം അവരായിരിക്കില്ല പ്രതിപക്ഷം. ഇനിയിപ്പോൾ UDF ഭരിച്ചാലും അവരായിരിക്കില്ല പ്രതിപക്ഷം. അതവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ്. മാത്രമല്ല ഇപ്പം BJPയുടെ എത്ര പേര് ജയിക്കും, എത്ര പേര് ജയിക്കും ഒരു ഉറപ്പുമില്ല. ഞാൻ അവിടെ വയ്ക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും, ഞാൻ ജയിക്കുകയും കേരളത്തിലെ BJP സ്ഥാനാർത്ഥി മുഴുവൻ തോറ്റുപോയി ചെയ്താൽ ഉള്ള അവസ്ഥ എന്നാണ്. ഇതും അവരെ മുൻകൂട്ടി തന്നെ പ്രതിരോധിക്കാൻ അവർ. അതുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യം സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ പാടില്ലെന്നാണ്. സാധാരണഗതി അംബികയുടെ കോട്ടത്തിൽ മത്സരിച്ചാൽ ഞാൻ ഏത് സ്ഥാനാർത്ഥി അംബിക വന്നോട്ടെ, അംബിക ഞാൻ തോൽപ്പിക്കും എന്നല്ലേ പറയേണ്ടത്. ഇത് എന്നെ തോൽപ്പിക്കുമെന്ന് ഇവരാരും പറയുന്നില്ല. കൊടുക്കാൻ പാടില്ലെന്നാണ്. നീ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് ഈ കാസ്റ്റിസ്റ്റ് പാടില്ല, ഞാൻ മത്സരിക്കാൻ യോഗ്യനല്ല എന്നാണ് അവർ പറയുന്നത്. അതാണ് കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പം അതുകൊണ്ട് പുതിയൊരു പൊളിറ്റീഷ്യൻ്റെ വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം. തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂർ പ്രസംഗം പോലെയുള്ള പ്രസംഗങ്ങളൊക്കെ കേരളത്തിൽ ഒരു പക്ഷേ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു പ്രസംഗത്തിനും കിട്ടാത്ത വിധം പ്രാധാന്യം ആ പ്രസംഗത്തിന്, അതിൻ്റെ ഒരു പൊളിറ്റിക്സിന് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഇനിയുള്ള മുന്നോട്ട് പോക്കിന് നേതൃത്വം കൊടുക്കാൻ താങ്കൾക്കും താങ്കളുടെ മുന്നണിക്കും ഒക്കെ കഴിയട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. എന്തായാലും കേരള ഇൻസൈറ്റിന്റെ ഈ ഒരു അഭിമുഖത്തിന് ഇത്ര അധികം സമയം അനുവദിച്ചു തന്നതിൽ നന്ദി അറിയിക്കുന്നു. സന്തോഷം.